ഈ യോഗത്തിൻ്റെ അധ്യക്ഷൻ അനിൽകുമാർ ഗോത്രേശ്വരൻ, തൊട്ടുമുമ്പ് ഉദ്ഘാടന സമ്മേളനത്തിൽ ഉദ്ഘാടനം ചെയ്ത മുനിസിപ്പൽ ചെയർപേഴ്സൺ, നേരത്തെ ഈ സംഘടന നയിച്ചുകൊണ്ടിരുന്ന സുരേന്ദ്രൻ സാറും തൊടിയൂരി ബനിയനും ഇപ്പോൾ നയിക്കുന്ന സിനിമ പ്ലാക്കാർഡ് ഉൾപ്പെടെയുള്ള സെറ്റുകളെ കൊല്ലം ജില്ലയുടെ 75ാം വാർഷികവും കൂടിയാണെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. അപ്പോൾ ഒരു ജില്ല സംസ്ഥാനം രൂപപ്പെടുന്നതിന് മുമ്പ് മകൾ അമ്മയ്ക്ക് മുമ്പ് ജനിച്ചതുപോലെ ഞാൻ കൂടെ പറയാം. അങ്ങനെ ജനിക്കുന്നതിന് ചില ശരികളുണ്ട്. കാരണം കേരളീയ നവോത്ഥാനത്തിൽ ഏറ്റവും വലിയ സംഭാവന നൽകിയ ജില്ലയിലൊന്നും കൊല്ലം തന്നെയാണ്. ചരിത്ര വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിലും സാഹിത്യ വിദ്യാർത്ഥികൾ എന്നുള്ള നിലയിലും പഴയ തിരുവിതാംകൂറിന്റെ ഭാഗമായിട്ട് നവോത്ഥാനത്തിൽ കൊല്ലം നൽകിയ സംഭാവന CV കുഞ്ഞിരാമനെ പോലുള്ള C കേശവനും കൂടി താഴ്ന്നില്ല. അത് കഴിഞ്ഞ് രാഷ്ട്രീയ സമരത്തിന്റെ ഘട്ടത്തിലേക്ക് കടന്നപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന വിവിധ അനേകം രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, സോഷ്യലിസ്റ്റ് കാഴ്ചപ്പാടുകൂടി മുന്നോട്ട് വന്ന രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ, ഇതെല്ലാം കേരളത്തെ രൂപീകരിക്കുന്നത് കൊല്ലത്തിന് ശേഷം. അപ്പൊ അതുകൊണ്ടാണ് കൊല്ലം ആദ്യവും കേരളം പിന്നീടും വരുന്നത്. പക്ഷേ കേരളം പിന്നീട് വരുന്നത് മാതൃഭാഷ എന്നുള്ള അടിസ്ഥാനം. അതുകൊണ്ട് ഭാഷയാണ് കേരളത്തെ ഉണ്ടാക്കിയത്, കേരളമല്ല മലയാളത്തെ ഉണ്ടാക്കിയത്. വളരെ വ്യക്തമാണ്. കാരണം കൊല്ലവും മലബാറൊക്കെ രൂപീകരിക്കപ്പെട്ടതിന് ശേഷം കേരളം ഉണ്ടാകാനുള്ള കാരണം മലയാളം എന്ന് പറയുന്ന അത് സംസാരിക്കുന്ന ഒരു പൊതുസമൂഹം എന്ന് നമ്മൾ എപ്പോൾ തിരിച്ചറിഞ്ഞോ അപ്പോഴാണ് കേരളം ജനിക്കുന്നത്. അല്ലാതെ ഈ ഭൂപ്രദേശം പണ്ടുണ്ട്. ഇപ്പൊ മഴ പെയ്യുമ്പോൾ മഴക്കറിയില്ല, കാസർഗോഡിനപ്പുറം കേരളമല്ല എന്നുള്ളതുകൊണ്ട് മഴ അവിടെ പെയ്യാതിരിക്കുന്നില്ല. നടന്നു പോകുന്ന ജീവജാലങ്ങൾക്ക് അറിയില്ല കേരളവും തമിഴ്നാടും പിന്നെ അതേപോലെ കർണാടകയും തമ്മിലുള്ള അതിര് നമുക്കറിയാം. നമുക്കറിയുന്നത് ഇതൊരു ഭാഷാ സമൂഹങ്ങളായി നമ്മൾ ഒന്നാണ് എന്നുള്ളത്. മറ്റൊരു അവരാണെന്ന അർത്ഥത്തിലല്ല, പക്ഷെ പ്രാഥമികമായ ഒരേ ഭാഷ കൊണ്ട് ഐക്യപ്പെട്ട ആളുകൾ എന്നുള്ള നിലയിലുള്ള ഒരു പൊതുബോധം നമ്മൾ പങ്കിടുന്നുണ്ട്. ഇപ്പൊ മറ്റവർക്കെതിരല്ല, മറ്റവരെ കൂടി പിന്നീട് ഉൾക്കൊള്ളാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആദ്യം നമ്മളാവുന്നത്. അപരർക്കെതിരെയല്ല, ഭാഷ ഒരിക്കലും അപരർക്കെതിരെയുള്ളത്. അപ്പൊ അതുകൊണ്ട് നമ്മുടെ ദേശീയ പ്രസ്ഥാനത്തിന്റെ കാലഘട്ടത്തിൽ തന്നെ, അതിനു മുമ്പ് തന്നെ നവോത്ഥാന കാലഘട്ടത്തിൽ തന്നെ മലയാളം എന്നുള്ള ആശയമുണ്ട്. അഖില കേരള സംഘടനകൾ നേരത്തെ രൂപപ്പെടുന്നുണ്ട്. സമസ്ത കേരള സാഹിത്യ പരിഷത്ത് വരുന്ന 1927 കേരളം പിന്നാലെ വരുന്നു. ഐക്യ നാണയ സംഘത്തിന് മുമ്പ് വരുന്നുണ്ട്. മലയാള മനോരമ അതിന് മുമ്പ് വരുന്നുണ്ട്. മാതൃഭൂമി അതിന് മുമ്പ് വരുന്നുണ്ട്. ഇതൊക്കെ രാഷ്ട്രീയ കേരളം രൂപപ്പെടുന്നതിന് മുമ്പ് കേരളത്തെ വിഭാവനം ചെയ്ത ഒന്നാണ്. പക്ഷെ രാഷ്ട്രീയ കേരളത്തിലേക്കുള്ള അതിന്റെ ചുവടുവെപ്പ് സത്യം പറഞ്ഞാൽ 1921 ഒറ്റപ്പാലം കോൺഗ്രസ് സമ്മേളനത്തോടു കൂടിയാണ്. അത് AK പിള്ളയും VMS പറയും. അവർ പറയും ജാതി, മതം, ലിംഗം, പ്രദേശം എന്നിവയുടെ വ്യത്യാസമില്ലാതെ മലയാളി ആദ്യമായി ഒത്തുകൂടുന്നത് 1921 KPCC സമ്മേളനത്തിനാണ്. അതിനു മുമ്പ് മലബാർ കോൺഗ്രസ് കമ്മിറ്റിയുണ്ട്. അപ്പൊ അത് അഖില കേരള കോൺഗ്രസ് കമ്മിറ്റിയായിട്ട് ആദ്യം കൂടുമ്പോഴാണ് ജാതി, മത, ലിംഗ വ്യത്യാസമില്ലാതെ ആളുകൾ ഒന്നുചേരുന്നത്. അന്ന് ഖിലാഫത്തിന്റെ കാലഘട്ടമാണ്. മലബാറിൽ നിന്ന് അതുവരെ മുസ്ലിങ്ങൾ മാത്രമായിട്ട് കരുതിയ ആളുകൾ, നമ്മൾ മാപ്പിളമാരാണ് മാത്രം കരുതിയ ആളുകൾ തങ്ങളൊരു ദേശീയ പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ് എന്ന് കരുതിയും ഉപ്പായിട്ടവരോ അല്ലാത്തവരോ മാപ്പിളാര് ഒറ്റപ്പാലത്ത് വരുന്നതിനെ കുറിച്ച് അതിന്റെ ചരിത്രത്തിൽ പറയും. അങ്ങനെ ഒരു രാഷ്ട്രീയ കേരളത്തിന്റെ നാന്ദി 1921 കുറിച്ചു. ഒരു കഷ്ടകാലം എന്താന്ന് വെച്ചാൽ നമ്മളത് അറിഞ്ഞില്ല. അതിന്റെ 100 കൊല്ലം മലയാളി അറിയാതെയാണ് കടന്നുപോയത്. അത് നമ്മുടെ ഭാഷയെക്കുറിച്ചുള്ള നമ്മുടെ ബോധം എത്ര ഉണ്ടെന്നുള്ളത് കാണിക്കുന്ന ഒരു നല്ലൊരു കാര്യമാണ്. ഇത് ഒരിക്കലും കർണാടകത്തിൽ സംഭവിക്കില്ല, ഇതൊരിക്കലും തമിഴ്നാട്ടിൽ സംഭവിക്കില്ല, ഇത് ഇന്ത്യയിലെ മറ്റൊരു സംസ്ഥാനത്തും സംഭവിക്കില്ല. നമ്മളൊരു പുതിയ സമൂഹമാണെന്നുള്ള പ്രഖ്യാപനം തന്നെയാണ്. കാരണം നമ്മളൊക്കെ ജനിച്ചത് ജാതിയിലാണ്, നമ്മുടെ ആചാരങ്ങൾ ജാതിയാണ്,
മാട്രിമോണി ഇപ്പോഴും ജാതിയിലാണ്. അപ്പോൾ ഇത് കൂടുതൽ പറയേണ്ടതില്ല. അപ്പോൾ പക്ഷേ അതിൽ നിന്ന് വ്യത്യസ്തമായി ജാതി മത വ്യത്യാസമില്ലാതെ നമ്മളൊരു പുതിയ സമൂഹമാണ്, ആധുനിക സമൂഹമാണ്, ഒരു ജനാധിപത്യ സമൂഹമാണ് എന്നൊരു പ്രഖ്യാപനമില്ല അത് മറന്നു. അപ്പോൾ അത് നമ്മൾ മറന്നു പോകുന്നു എന്ന് പറയുമ്പോൾ 75-ലെ കൊല്ലം നമ്മൾ ഓർക്കുന്നത് പോലെ തന്നെ ഓർക്കേണ്ട ഒരു കാര്യമാണ്. ആ കൊല്ലത്തെ ജനിപ്പിച്ച ആദ്യത്തെ ഒരു സന്ദർഭമാണ് 1921 നമ്മൾ മലയാളികളാണെന്നുള്ള 1.25 കോടി മലയാളികൾ EMS എഴുതുന്നു, കേരളം മലയാളികളുടെ മാതൃഭൂമി എഴുതുന്നു. എല്ലാവരും അത് രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അത് കുറച്ച് കടന്ന കയ്യിലൊക്കെ പോകുന്നുണ്ട് ചില ഘട്ടത്തിൽ. ഇപ്പോൾ KSPM പോലുള്ള പുസ്തകം മത്തായി മഞ്ഞുരാനൊക്കെ കേരളം സ്വതന്ത്രമാക്കണം എന്നൊരു ആശയം വരെ നമ്മൾ അങ്ങോട്ട് പോകുന്നില്ല. കേരളം ഇന്ത്യയുടെ അഭിപ്രായത്തിന്റെ ഭാഗമായിട്ട് തന്നെ നമ്മൾ കരുതുന്നത്. ഞാൻ പറഞ്ഞത് ആ നിലയിലുള്ള ഒരു ബോധം നമുക്ക് നഷ്ടപ്പെട്ടതിന്റെ കൂടി ഭാഗമല്ലേ കേരളം ഇന്ന് നമ്മുടെ പ്രദേശമല്ല എന്ന് നമ്മുടെ കുട്ടികൾക്ക് തോന്നുന്നത്. അത് ആലോചിക്കേണ്ട ഒരു കാര്യം. കാരണം ജാതിയും മതമൊക്കെ ജന്മം കൊണ്ട് ഉണ്ടാക്കാൻ പറ്റും. ഇപ്പോൾ ഒരു ജാതി സംഘടന ഉണ്ടാക്കാൻ അത്ര വലിയ ബുദ്ധിമുട്ടുണ്ടോ? കാരണം ജാതി പറഞ്ഞ വേഗം ആൾ കിട്ടും, അത് പിന്നിലേക്കുള്ള പോക്കാണ്. ഒരു മതസംഘടന ഉണ്ടാക്കാൻ അത്ര ബുദ്ധിമുട്ടുണ്ടോ? ഇല്ല. കാരണം നമുക്ക് നേരത്തെ പണ്ടങ്ങാനുള്ള ആളുകൾ ഉണ്ടാക്കിയതും ഇല്ലാത്തതും അല്ലേ ഉണ്ടെന്ന് സങ്കല്പിച്ചതായിട്ടുള്ള കാര്യമാണ്. പക്ഷേ ഭാഷയുടെ അടിസ്ഥാനത്തിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ ബുദ്ധിയുടെ, ഭാവനയുടെ, ചിന്തയുടെ, ആധുനിക ബോധത്തിന്റെ, മതത്തിന്റെയും ജാതിയുടെയും അതിർത്തികൾ ലഭിച്ചിട്ടുള്ള ഇടപെടലിന്റെ വളരെ വലിയ ഒരു ഇടപെടലിന്റെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് മാതൃഭാഷാ പ്രസ്ഥാനം അത്ര പെട്ടെന്ന് നമ്മൾ വിചാരിക്കുന്ന വേഗതയിൽ എത്താത്തത്. വിചാരിക്കുന്ന വേഗതയിൽ എത്തിയിട്ട് കാര്യമില്ല. കാരണം ഓരോ പുല്ലും അല്ലെ, ഓരോ ചെടിയും അതിന്റെ വേരോടുകൂടി ഇതിലേക്ക് എത്തണമെന്നുണ്ടെങ്കിൽ കുറെ സമയം പിടിക്കും. രാഷ്ട്രീയം എന്ന് പറഞ്ഞാൽ അസാധ്യതയെ സാധ്യമാക്കുന്ന കാര്യങ്ങൾ. എൻ്റെ അഭിപ്രായത്തിൽ ജാതി നേരത്തെ ഉള്ളതാണ്. അതുണ്ടാക്കാൻ ഒരാളുടെ പേരൊന്നും പറയുന്നില്ല, ഒരാളുടെ ആവശ്യമില്ല. കാരണം നേരത്തെ ഉള്ളതാണ്, അത് സാധ്യമായി കഴിഞ്ഞ കാര്യം. മതത്തിന്റെ പേരിൽ ഒരു സംഘടന ഉണ്ടാക്കാൻ ഒന്നിന്റെ ആവശ്യമില്ലാതെ ഉള്ളതാണ്. പക്ഷെ ഭാഷയുടെ പേരിൽ, അതും ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ മതേതരത്വത്തിലും ജനാധിപത്യത്തിലും പങ്കെടുക്കുന്ന, ഇന്ത്യൻ റിപ്പബ്ലിക്കിൽ വിശ്വസിക്കുന്ന, ആധുനിക ഇന്ത്യയെ രൂപീകരിക്കണമെന്ന് കരുതുന്ന എല്ലാവരെയും ചേർത്തുകൊണ്ട് ഒന്ന് ഉണ്ടാക്കുക എന്ന് പറഞ്ഞൊരു അസാധ്യ പ്രക്രിയ. അപ്പൊ അസാധ്യതയെ സാധ്യമാക്കുന്നതിന്റെ ഒരു സന്ദർഭമാണ് മലയാള ഐക്യവേദി. അസാധ്യതയെ സാധ്യമാക്കുന്നതിന്റെ ഒരു ഇടമാണ് ഇപ്പൊ നമ്മൾ ഇരിക്കുന്നത്. അപ്പൊ അതിനൊരു ചരിത്രമാണ് ഞാനിത് പറയാൻ കാരണം, ഈ 19-ാം നൂറ്റാണ്ടിൽ നമ്മളിപ്പോ വിചാരിക്കുന്ന ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയെന്നൊക്കെ പറയുന്നത് കിട്ടേണ്ടതാണെന്നുള്ള മട്ടില്ല, അല്ലെ? പണ്ടേ ഉള്ള കാര്യമാണ്. പക്ഷെ സാഹിത്യ ചരിത്രവും സംസ്കാര ചരിത്രവും ഒക്കെ അറിയുന്ന ആളുകൾക്കറിയാം 1890-കളിൽ പോലും ഇന്ത്യ സ്വതന്ത്രമാകുന്ന കേരളത്തിലെ നല്ല ഇന്ത്യയിലെ ഒരു ബുദ്ധിജീവിയും കരുതിയിട്ടില്ല, ബുദ്ധിജീവികൾ കരുതിയിട്ടില്ല. ഞാനൊരു കാര്യം പറയാം. എൻ്റെ നാട്ടുകാരൻ പോത്തേരി കുഞ്ഞപ്പോ തലശ്ശേരിക്കാൻ ദളിത് സാഹിത്യകാരനാണ്. അദ്ദേഹത്തിന്റെ സരസ്വതി വിജയം നമ്മൾ ചർച്ച ചെയ്ത ഒരു കൃതിയാണ്. അദ്ദേഹം പറഞ്ഞൊരു കാര്യം എന്താണെന്ന് വെച്ചാൽ, ഇനി വരുന്ന നൂറ്റാണ്ടുകളിൽ അഥവാ ബ്രിട്ടീഷുകാർ പോവുകയാണെങ്കിൽ മറ്റേതെങ്കിലും യൂറോപ്യൻ രാജാക്കന്മാർ ഇന്ത്യ ഭരിക്കുമെന്നല്ലാതെ ഇന്ത്യയിലെ ഒരു രാജാവും ഇന്ത്യ ഭരിക്കില്ല. ഇപ്പൊ നോക്കും, അദ്ദേഹം വിചാരിക്കുന്നത് നൂറ്റാണ്ടുകൾ ബ്രിട്ടീഷ് ഭരണമായിരിക്കും. ഇനി ബ്രിട്ടീഷ് ഭരണം പോയാൽ തന്നെ മറ്റൊരു രാജാവാണ് ഭരിക്കുക. അപ്പൊ എന്തെല്ലാം തരത്തിലുള്ള കടമ്പകളാണ് ആലോചിക്കണം. ഇതൊക്കെ 60 കൊല്ലം കൊണ്ട് നമ്മൾ കെട്ടിത്തൂട്ടി കൊടുത്തില്ലേ കയ്യിൽ. എന്തിന്റെ അടിസ്ഥാനത്തിലാണ്? ദേശീയ പ്രസ്ഥാനം എന്നുള്ള ഒരു പുതിയ കാഴ്ചപ്പാടിന്റെ അടിസ്ഥാനത്തിൽ ബ്രിട്ടീഷുകാർ നമ്മെ മോചിപ്പിക്കാൻ വന്നതല്ല, നമ്മൾ ചൂഷണം ചെയ്യാൻ വന്നതാണെന്നുള്ള ധാരണ നമ്മൾ തിരിച്ചറിഞ്ഞപ്പോൾ 1905 സ്വദേശി പ്രമേയ കോൺഗ്രസിൽ വരുമ്പോൾ, അപ്പൊ ഇങ്ങനെ ഒരു പുതിയ ആശയവും പുതിയ ബോധവും പുതിയൊരു സംഘാടനവും രൂപപ്പെട്ടപ്പോഴാണ് സ്വാതന്ത്ര്യം എന്ന് പറയുന്ന അസാധ്യത നമ്മൾ ഉണ്ടാക്കിയെടുത്തത്. നമ്മളൊക്കെ ആരാധിക്കുന്ന ചന്തുമേനോൻ ഈ മഴ നമുക്ക് നല്ല പരിചയമാണ്. 2009 നവംബർ 14-15 വടകര ഐക്യവേദിയുടെ ആദ്യ സമ്മേളനം കൂടുമ്പോൾ നമുക്ക് കൂടാൻ ഇടമുണ്ടായിരുന്നില്ല. കാരണം നമ്മൾ ബുക്ക് ചെയ്ത സ്ഥലം, അന്നത്തെ കേന്ദ്രമന്ത്രി മുല്ലപ്പള്ളി രാമചന്ദ്രന്റെ ഒരു പെട്ടെന്നുള്ളൊരു പരിപാടി വന്നുകൊണ്ട് ആ ആള് കേന്ദ്രമന്ത്രിയാണ് കൊടുക്കേണ്ടി വന്നു. ഈ ഓരിച്ചോരിയുന്ന മഴയത്തിൽ താർപ്പായി വലിച്ചു വെട്ടി ഞാനും സുബേർ ഉൾപ്പെടെ ആൾക്കാർ കൈക്കോട്ടെടുത്ത് കിളച്ചുണ്ടാക്കിയതാണ് ആദ്യത്തെ മലയാള ഐക്യവേദിയുടെ സമ്മേളന പന്തൽ. അതുകൊണ്ട് ഈ മഴ പറഞ്ഞപ്പോൾ മഴ ബോധ്യം. അപ്പോ അതുപോലെ 19 ദിവസം നമ്മള് KS പരീക്ഷയ്ക്ക് വേണ്ടി മലയാളത്തിലാക്കാൻ വേണ്ടിയുള്ള സമരം നമുക്ക് കോരിച്ചൊരിഞ്ഞ മഴയാ 19 ദിവസം.
അപ്പൊ അതുകൊണ്ട് വിരോധങ്ങളിൽ കൂടെ തന്നെയാണ് നമ്മൾ രൂപപ്പെട്ടത്. ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊന്ന് സമാരാധ്യനായിട്ട് കരുതുന്ന ചന്തുമേനോൻ, അദ്ദേഹത്തിന്റെ ഹിന്ദുലേഖയിൽ പറയുന്നുണ്ട്, എല്ലാവരും വായിച്ചിട്ടുണ്ടാവും 18-ാം അധ്യായത്തിൽ. അതിലെ മാധവൻ കോൺഗ്രസ്സുകാരനാണ്. അതിന്റെ ഒരു രസം ശ്രദ്ധിക്കേണ്ടതാണ്. 1885 ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് രൂപീകരിക്കുന്നത്. 4 കൊല്ലം കഴിഞ്ഞ് എഴുതുന്ന നോവലിലെ മുഖ്യ കഥാപാത്രം കോൺഗ്രസ്സുകാരനാണ്. എത്ര സമകാലികനാണ് അദ്ദേഹം, ആലോചിച്ചു. എത്ര സമകാലികനാണ് അദ്ദേഹം. 85 കോൺഗ്രസ് ഉണ്ടാക്കി 4 കൊല്ലം കഴിയുമ്പോൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിലെ പ്രവർത്തകനെ പിടിച്ചിട്ട് അത് നോവലിന്റെ നായകനാക്കി മാറ്റി. പക്ഷെ ആ നായകന്റെ ഒരു സ്വഭാവം ഒന്ന് ശ്രദ്ധിക്കേണ്ടതായിട്ട്. 18-ാം അധ്യായത്തിൽ അദ്ദേഹത്തിന്റെ ആ കോൺഗ്രസ്സുകാരനായ മാധവനോട് മറ്റൊരു കഥാപാത്രം പറയുന്നുണ്ട്, ബ്രിട്ടീഷുകാർ ഇന്ത്യയിൽ എന്തെല്ലാം മാറ്റങ്ങൾ ഉണ്ടാക്കി, എന്നിട്ട് നിങ്ങൾ ബ്രിട്ടീഷുകാർ വിട്ടുപോകണം ഇന്ത്യ എന്ന് പറയുമ്പോൾ എന്താ അർത്ഥമുള്ളത് എന്ന് ചോദിക്കുമ്പോൾ മാധവൻ പറയുന്ന ഒരു കാര്യമുണ്ട്. ഞങ്ങൾ അങ്ങനെ പറയുന്ന ആളുകളെ അല്ല, ഞങ്ങൾ ബ്രിട്ടീഷ് ഭരണത്തിൽ ഞങ്ങൾക്ക് പങ്കാളിത്തം വേണമെന്നേ പറയുന്നുള്ളൂ. പക്ഷെ ഏതെങ്കിലും ഘട്ടത്തിൽ ബ്രിട്ടീഷുകാർ ഇന്ത്യ വിടണം എന്ന് കോൺഗ്രസ് പറഞ്ഞാൽ അന്ന് ഞാൻ കോൺഗ്രസ് വിടുന്ന പറയുന്നത്. 1885 കോൺഗ്രസിന്റെ സ്ഥിതിയാണ്. കാരണം അന്നത്തെ കോൺഗ്രസിൽ പത്രപ്രവർത്തകര്, ജഡ്ജിമാര്, വക്കീലന്മാര്, വലിയ ആളുകളാണുള്ളത്. സാധാരണ മനുഷ്യരില്ല. സാധാരണ മനുഷ്യർ കോൺഗ്രസിലേക്ക് കടന്നു വരുന്നത് മഹാത്മാഗാന്ധിയോടൊപ്പം. ഗാന്ധിയുടെ കുപ്പായമില്ലാത്ത ശരീരം കണ്ടിട്ടാണ് കോൺഗ്രസ്സുകാർ കയറി വരുന്നത്. അങ്ങനെ കോൺഗ്രസിൽ കയറി വന്നപ്പോഴാണ്, സാധാരണക്കാർ കയറി വന്നപ്പോഴാണ് ഇന്ത്യൻ ഭാഷകളും കോൺഗ്രസിന്റെ സമ്മേളനത്തിലേക്ക് കയറി വന്നത്. കാരണം അതുവരെ ഇംഗ്ലീഷ് അറിയാത്ത ഒരാൾ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസ് ഒന്നും ചെയ്യാനില്ല. നോക്കൂ, AOP മുതലുള്ള മുഴുവൻ ആളുകളും വലിയ ആളുകളാണ് നമ്മൾ നയിച്ച ആദ്യത്തെ മഹാന്മാർ തന്നെയാണ്, സംശയമില്ല. പക്ഷേ അതിന്റെ ഈ സമ്മേളന പ്രൊസീഡിങ്സ് നമ്മൾ പറയുന്ന മുഴുവൻ ഇംഗ്ലീഷിലാണ് നടക്കുന്നത്. അത്യാവശ്യം ഉറുദു ഉണ്ടാവും ചിലപ്പോ ചിലയിടങ്ങളിൽ. ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൽ മാതൃഭാഷ കടന്നു വന്ന എപ്പോഴാണ്? കർഷകർ കടന്നു വന്നത്. ആ ഭാഷയുടെ രാഷ്ട്രീയം സാധാരണ കർഷകർ കടന്നു വന്നപ്പോഴാണ്. ചമ്പാരൻ സമരം പോലെയുള്ള സമരങ്ങളിലേക്ക് കോൺഗ്രസിന് കടന്നിയെല്ലാം കഴിഞ്ഞത് സാധാരണ കർഷകർ കടന്നു വന്നപ്പോഴാണ്. അതുവരെ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിന്റെ ലക്ഷ്യം എന്തായിരുന്നു? ബ്രിട്ടീഷുകാരെല്ലാം പോയാൽ തന്നെ നാട്ടുരാജാക്കന്മാരുടെ ഭരണമേ ഉള്ളൂ, അതിലപ്പുറമൊന്നുമില്ല. അതും വേണോ വേണ്ടി ഒരു സംശയം, അവരെ പുറത്താക്കട്ടെന്നില്ല ആദ്യത്തെ കാഴ്ചപ്പാട്. അത് കഴിഞ്ഞ് രാജത്വത്തിൽ നിന്നും വിമോചനം, ബ്രിട്ടീഷുകാരിൽ നിന്ന് മാത്രമല്ല രാജഭരണത്തിൽ നിന്നും വിമോചനം എന്നുള്ള ആശയത്തിലേക്ക് വരുന്നത് ഗാന്ധികൾപ്പെട്ട്. അപ്പൊ ആ വ്യത്യാസം മനസ്സിലാക്കണം. ഞാൻ പറയാൻ കാരണം, ബനാറസ് ഹിന്ദു ഗാന്ധി ദക്ഷിണാഫ്രിക്കയിൽ നിന്ന് തിരിച്ചു വന്ന് 1916 ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ആദ്യത്തെ അദ്ദേഹം പങ്കെടുക്കുന്ന പ്രധാന സമ്മേളനം. അദ്ദേഹത്തിന് 47 വയസ്സാട്ടോ. ഇവിടെ 47 വയസ്സിൽ ഒരു പ്രസ്ഥാനം തുടങ്ങാൻ ജന്മനൊന്നുമല്ല. ഇപ്പൊ 42 വയസ്സുകൊണ്ട് കൃഷ്ണപിള്ള കേരളം ഉണ്ടാക്കി അദ്ദേഹം പോയില്ലേ. ശരി, അത്ര സമയമൊക്കെ മതി. 47 വയസ്സിലാണ് ഗാന്ധി. 1916 മുതൽ 1942 വരെ ഗാന്ധി ഇന്ത്യയിൽ ഉണ്ടായിരുന്ന സ്ഥലം. ആ സമയം കൊണ്ട്, അതുകൊണ്ട് ശേഷിച്ച ആളുകളുടെ ജീവിതം കൊണ്ട് വേണമെങ്കിൽ ഇനിയും കേരളം ഉണ്ടാക്കുന്ന ഞാൻ പറഞ്ഞൊരു ചുരുക്കം. അപ്പോ അദ്ദേഹം ബനാറസ് ഹിന്ദു സർവകലാശാലയുടെ ഉദ്ഘാടന ചടങ്ങിൽ ഗാന്ധിയെ വിളിച്ചു. പ്രക്ഷോഭം നമ്മളിപ്പോ ഈ കാണുന്ന സമാധാനവാദിയായ വൃദ്ധനായ മുത്തച്ഛനായ ഗാന്ധിയൊന്നും അല്ല കേട്ടോ. ഇന്ത്യയിലെ എല്ലാ കുടുംബങ്ങളിലും കലാപമുണ്ടാക്കിയ ആളുടെ പേരാ മോഹൻദാസ് കരംചന്ദ് ഗാന്ധി. കലാപകാരിയാണ്. അച്ഛനിൽ നിന്ന് മക്കളെ വേർപിരിച്ചെടുത്തു, ഭർത്താക്കന്മാരിൽ നിന്ന് ഭാര്യമാരെ വേർപിരിച്ചെടുത്തു, ഭാര്യമാരിൽ നിന്ന് ഭർത്താക്കന്മാരെ വേർപിരിച്ചെടുത്ത് എല്ലാവരെയും ഇന്ത്യയുടെ തെരുവുകളിലേക്ക് വിളിച്ചു കൊണ്ടുവന്ന വിപ്ലവകാരിയുടെ പേരാണ് മഹാത്മാഗാന്ധി. അദ്ദേഹം ബനാറസ് ഹിന്ദു സർവകലാശാലയിൽ അദ്ദേഹം ആദ്യം നടത്തിയ പ്രസംഗമുണ്ട്. ആനി ബസന്റ് സ്റ്റേജിൽ ഇരിക്കുന്നുണ്ട്. അദ്ദേഹം പറഞ്ഞു, ആ സ്റ്റേജിൽ ആരാ ഇരിക്കുന്നത് അറിയോ? സദസ്സിൽ ഇരിക്കുന്നത് മുഴുവൻ അതിൽ വലിയ വിഭാഗം ഇന്ത്യയിലെ, കാരണം വെള്ളക്കാരാണല്ലോ സ്റ്റേജിലിരിക്കുന്നത്, ഭരിക്കുന്ന ആളുകളാണ്, ജോർജ് രണ്ടാമന്റെ ആളുകളാണ്. ഈ രത്നങ്ങളൊക്കെ ധരിച്ച രാജകുമാരന്മാരാ സദസ്സിലിരിക്കുന്നത്. മഹാത്മാഗാന്ധി ആദ്യം ചോദിച്ചു, ലജ്ജയില്ലേ നിങ്ങൾക്കൊന്നും? ഇന്ത്യയിലെ സാധാരണ പട്ടിണിക്കാരെ ജീവിക്കാൻ വകയില്ലാതിരിക്കുമ്പോൾ ഇത്ര ആഡംബരത്തോടുകൂടി ഈ വേദിയിൽ ഇരിക്കാൻ ലജ്ജയില്ല എന്ന് ചോദിച്ചതാണ് ഇന്ത്യയിലെ നാടുവാഴ്ത്തത്തിന് ഏറ്റവും ആദ്യത്തെ പ്രഹരം. ആ ഗാന്ധിയെ നമ്മൾ കാണുന്നില്ല. നമ്മൾ ഈ ഗാന്ധിയെ ഉപ്പൂർക്കിയ ഗാന്ധിയെ മാത്രമേ കാണുന്നുള്ളൂ. അതായത് അതുവരെ ആഡംബരം എന്ന് പറയുന്നത് ലജ്ജിക്കേണ്ട ഒന്നാണെന്ന് ആദ്യമായിട്ട് പ്രഖ്യാപിക്കുന്നത് ഗാന്ധിയാണ്. അതൊരു ആഡംബരം എന്ന് പറയുന്നത് ഒരു വ്യക്തിപരമായ മികവായിട്ടാണ്. നിങ്ങൾ ആഡംബരം കൊണ്ടുവരുമ്പോൾ മറ്റൊരാളുടെ അന്നമാണ് മോഷ്ടിക്കുന്നത് എന്നൊരു ആശയം ഗാന്ധി ഇവിടെ പറയുന്നുണ്ട്, പറയാതെ പറയുന്നുണ്ട്. കഴിഞ്ഞില്ല. അദ്ദേഹം പറയുന്നു, വിദ്യാഭ്യാസ ലക്ഷ്യം എന്താണ്? ബനാറസ് ഹിന്ദു സർവകലാശാല, അന്നത്തെ ഹിന്ദു എന്ന് വെച്ചാൽ ഇന്നത്തെ ഹിന്ദു അല്ലേ കിടക്കുന്നില്ല, ഇന്ത്യ അർത്ഥത്തിലെ തുടങ്ങിയത്. എന്തായാലും അദ്ദേഹം പറയുന്നു, നിങ്ങളുടെ ഈ വിദ്യാഭ്യാസം കൊണ്ട് ഏറ്റവും അവസാനത്തെ ആളുകൾക്കാണ് പ്രയോജനം ഉണ്ടാകേണ്ടതെങ്കിൽ
പഠന മാധ്യമം ഇന്ത്യൻ ഭാഷകളാകണം. ഈ രണ്ട് കാര്യങ്ങളാണ്. ഒന്നാമത് നാടുവാഴ്ത്തത്തിനെതിരെയുള്ള ആക്രമണം, രണ്ടാമത്തത് അടിസ്ഥാന ജനവിഭാഗങ്ങളുടെ വിദ്യാഭ്യാസമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ അതിന്റെ മാധ്യമം മാതൃഭാഷയാകണം. അവിടെ ഗാന്ധി തുടങ്ങുന്നത്. ഗാന്ധിയുടെ എഴുത്തുകളിൽ ഒരു പ്രധാനം നമുക്കറിയാലോ, പ്രധാനം മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ളതാണ്. സത്യാന്വേഷണ പരീക്ഷകൾ എഴുതിയത് അദ്ദേഹത്തിന് ഹിന്ദി അറിയാം, ഇംഗ്ലീഷ് അറിയാം, എല്ലാം അറിയാം. എന്നിട്ടും ഹൃദയഭാഷയായ ഗുജറാത്തിൽ എഴുതിയത്. ഗാന്ധി മാത്രം, സാക്ഷാൽ കാൾ മാർക്സ് 1849 ശേഷം അദ്ദേഹം സ്വന്തം നാടായ ജർമ്മനിയിലേക്ക് തിരിച്ചു പോയിട്ടില്ല. പിന്നീട് അദ്ദേഹം പോകുന്നത് നമുക്കറിയാം, ലണ്ടൻ മ്യൂസിയത്തിലാണ്. അവിടെ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്, ലൈബ്രറിയിൽ ഇരുന്നിട്ടാണ് പഠിക്കുന്നത്. പക്ഷെ അവിടെ ഇരുന്ന് ഇംഗ്ലീഷ് രേഖകൾ നോക്കിയിട്ട്, അവിടുത്തെ നികുതിയുടെയും കച്ചവടത്തിന്റെയും ഒക്കെ കണക്കുകൾ നോക്കിയിട്ട് അദ്ദേഹം എഴുതിയ പുസ്തകം ജർമ്മൻ ഭാഷയിൽ. ആലോചിച്ച് നോക്കണം, വിദേശത്ത് പോയിരുന്ന് ജർമ്മൻ ഭാഷയിൽ, സ്വന്തം മാതൃഭാഷയിൽ എഴുതും. ഇവിടെ നമ്മളിരുന്ന് സ്വന്തം ഭാഷയിൽ എഴുതുന്നതിന് പകരം വിദേശ ഭാഷയിൽ എഴുതും. അപ്പോൾ ലോകത്തിൽ മൗലികമായി ചിന്തിച്ച ആളുകൾ എല്ലാവരും മാതൃഭാഷയില്ല. കാരണം അവരുടെ ഹൃദയത്തിന്റെയും കൂടി ഭാഗം കേവല ചിന്തയല്ല, അതിലൊരു അനുഭൂതിയുണ്ട്. രക്തത്തിന്റെയും മാംസത്തിന്റെയും കൂടെ, വചനം മാംസമാവുന്നു എന്ന് പറയുമല്ലോ. അപ്പൊ അങ്ങനെ ഒരു ബന്ധം കൂടി അതിനകത്തുണ്ട്. അതുകൊണ്ട് മൗലിക, അതൊന്നും അവരിൽ നിന്നും ഇവരൊക്കെ വിശ്വപൗരന്മാരാണ്, നമുക്കറിയാലോ. ഇവരൊന്നും പ്രാദേശികവാദികളോ പിന്തിരിപ്പന്മാരൊന്നും അല്ല, അവരെല്ലാം വിശ്വപൗരന്മാർ. മഹാത്മാഗാന്ധിയുടെ മരണത്തിന് കാരണം പാകിസ്ഥാന് കൊടുക്കേണ്ട പണം കൊടുത്തു, ഇന്ത്യയുടെ ദേശാതിർത്തികളിൽ ഒതുങ്ങി നിൽക്കുന്ന ഒരാളായിരുന്നില്ല ഗാന്ധി. അപ്പൊ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് വിദേശത്ത് നമ്മുടെ കുട്ടികൾ പോകുമ്പോഴും അവർക്ക് ഇങ്ങോട്ട് സംഭാവന നൽകാൻ കഴിയണം. ഇപ്പൊ മലയാള സർവകലാശാലയെ കുറിച്ച് ഞങ്ങൾ കൊടുത്ത ഒരു നിവേദനം എന്താണെന്ന് വെച്ചാൽ, മലയാള സർവകലാശാല ഒരു കാര്യം ചെയ്യണം. ലോകത്തിൽ പഠിക്കാൻ വേണ്ടിയിട്ടും ഗവേഷണം നടത്താൻ വേണ്ടിയിട്ടും ഒക്കെ പോയ നമ്മുടെ വിദ്യാർത്ഥികളുടെ കണക്കെടുക്കണം. അവരെ കൊണ്ട് അവരുടെ ജ്ഞാനം മലയാളത്തിൽ ഉണ്ടാക്കിയെടുക്കണം. അവരവിടെ പണിയെടുക്കുന്നതിനോട്ട് കുഴപ്പമൊന്നുമില്ല. അതാണ് വള്ളത്തോൾ ആദ്യം പറഞ്ഞത്. വള്ളത്തോൾ പറഞ്ഞല്ലോ, അതായത് നിങ്ങൾ മറ്റൊരു ഭാഷയ്ക്ക് വേണ്ടി പണിയെടുക്കുന്നു, കുഴപ്പമില്ല. അത് കുഴപ്പമാകുന്ന എപ്പോഴാണ്? ആ പ്രയോജനം നമ്മുടെ ഭാഷയ്ക്ക് കിട്ടാൻ മാതാവിനായി സമർപ്പിക്കായിൽ, മാഴ്പെട്ട് അതിൽ നിന്നും ആർജിച്ച രത്നങ്ങൾ മാതാവിനായി സമർപ്പിക്കായിൽ. നിങ്ങൾ അതിൽ നിന്നുണ്ടാക്കിയെടുത്ത ഇംഗ്ലീഷിൽ നിന്നോ ജർമ്മനിൽ നിന്നോ മറ്റു ഭാഷകളിൽ നിന്നോ ഒക്കെ ഉണ്ടാക്കുന്ന ജ്ഞാനം അത് ആ വഴിക്ക് പോയിക്കോട്ടെ. പക്ഷേ അത് നിങ്ങൾ ജനിച്ച, നിങ്ങളുണ്ടാക്കിയ നാടിനും പ്രയോജനപ്പെട്ടു. കാരണം മലയാള സർവകലാശാലയോട് നമ്മൾ പറഞ്ഞ ഒരാശയങ്ങളുണ്ട്. അതുകൊണ്ട് ഭാഷ എന്ന് പറയുന്നത് ഈ അതിർത്തിക്കപ്പുറത്തല്ല. ഇപ്പൊ നമുക്കറിയാലോ, രാവിലത്തെ നമ്മുടെ TV ശ്രീകണ്ഠൻ നായരുടെയും ഒക്കെ രാവിലത്തെ പ്രഭാഷണം കേൾക്കുന്നത് കേരള അതിർത്തിയിലുള്ള ആളുകളല്ല. പറയുമ്പോൾ കുറച്ച് ഒച്ചത്തിലാ പറയുന്നത്, ന്യൂയോർക്കിലൊക്കെ കേൾക്കാൻ വേണ്ടി അല്ലേ, അവിടെയുള്ള ആളുകൾ. അതുകൊണ്ട് ഇന്ന് ഒരു വിശ്വഭാഷയായിട്ട് മാറിക്കഴിഞ്ഞിരിക്കുന്നു. അവരൊക്കെ നമുക്ക് ഇങ്ങോട്ട് സംഭാവന ചെയ്യാൻ കഴിയണം. അതുകൊണ്ട് ഇതൊരു പ്രാദേശികവാദമല്ല, ഇതൊരു അന്തർദേശീയവാദമാണ്. മലയാളിയെ അന്തർദേശീയ പൗരരാക്കുന്ന പ്രക്രിയ. അത് ആലറപ്പുള്ള ദേശീയ പൗരന്മാർ, അതായത് സ്വന്തം ഭാഷ നഷ്ടപ്പെട്ട ആളുകളല്ല, സ്വന്തം ഭാഷയിൽ നിന്നുകൊണ്ട് എത്ര ആഴത്തിൽ വേരോടുന്നു അത്രയും ഉയരത്തിലാണ് മരം പൊങ്ങുന്നത്. നമുക്കറിയില്ല, അത്രയും ആഴത്തിൽ നമ്മുടെ. അതുകൊണ്ടാണ് 10ാം ക്ലാസ് വരെ മലയാള മാധ്യമത്തിൽ പഠിക്കുക, ഈ പറയുന്ന സാഹിത്യം മുഴുവൻ പഠിക്കുക. അത്ര ആഴത്തിൽ വേരോടിയ ഒരാൾ ഒരു കൊടുങ്കാറ്റിൽ, ഒരു കഞ്ചാവിന്റെ കൊടുങ്കാറ്റിലും തകർന്നു പോവില്ല എന്ന് ഞാൻ പറയാം. ഇപ്പൊ കഞ്ചാവിന്റെ കൊടുങ്കാറ്റിൽ ആലിരിക്കുവാണല്ലോ. കാരണം നമ്മളെയൊന്നും കഞ്ചാവ് ബാധിക്കില്ല. കാരണം നമ്മുടെയൊക്കെ മനസ്സിൽ കുമാരനാശാനൊക്കെ ഉണ്ട്, വള്ളത്തോളുണ്ട്, മഹാന്മാരായ പല കവികളും എഴുത്തുകാരും നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് എത്ര കാറ്റടിച്ചാലും നമ്മളെ ഒന്നും അത് ബാധിക്കാൻ പോകുന്നില്ല. പക്ഷേ ഇതൊന്നും ഉള്ളിലൊന്നും ഇല്ലാതിരിക്കുമ്പോൾ ഏതിനും കയറി വരാം. അങ്ങനെയാണല്ലോ നമ്മുടെ ഈ കോവിഡൊക്കെ കയറി വരുന്നത്. ഇമ്മ്യൂണിറ്റി, സാഹിത്യം എന്ന് പറയുന്ന ഒരു ഇമ്മ്യൂണിറ്റിയാണ്. കാരണം എത്രയോ ആളുകൾ സമൂഹത്തോട് സമരം ചെയ്തതിന്റെയും പ്രണയിച്ചതിന്റെയും കലഹിച്ചതിന്റെയും ഒക്കെ മൂല്യങ്ങൾ, സൗന്ദര്യാത്മക മൂല്യങ്ങളായി നമ്മുടെ ഉള്ളിലുണ്ട്. അതുകൊണ്ട് ഒറ്റയടിക്കും നമ്മൾ വീഴാൻ പോകുന്നില്ല. അതാണ് അതുകൊണ്ടാണ് ആ തലത്തിൽ നമ്മുടെ കേരളം സൃഷ്ടിച്ച ആളുകളിൽ എത്ര ഇംഗ്ലീഷ് പണ്ഡിതന്മാർ കേരളം സൃഷ്ടിച്ചിട്ടുണ്ടെന്ന് ആലോചിക്കുകയാണ്. ശ്രീനാരായണ ഗുരുവിനെ കാണാൻ വേണ്ടി പലരും വന്നു, ഗാന്ധി വന്നു, ഒരാൾ രവീന്ദ്രനാഥ് ടാഗോറാണ്, നോബൽ സമ്മാനം നേടിയിട്ടാണ് വരുന്നത്. ലോകത്തിലെ എല്ലാ ഭാഷകളിലും വിവർത്തനമുള്ള ആളാണല്ലോ അദ്ദേഹം ലോകം മുഴുവൻ ആളുകളെ കണ്ടതിന് ശേഷം നാരായണ ഗുരുവിനെ കണ്ടതിനെ കുറിച്ചൊരു അഭിപ്രായം പറയുന്നത് അദ്ദേഹം, ലോകത്തിലെ മഹാത്മാരായ പല ആളുകളെയും ഞാൻ കണ്ടു, പക്ഷെ ഇത്രയും ആത്മീയ ചൈതന്യമുള്ള ഒരാളെയും ഞാൻ കണ്ടില്ല എന്ന് ഗുരുവിനെ കുറിച്ച് പറയുന്നത്. ഗുരുവിന് ഇംഗ്ലീഷ് അറിയില്ല, മനസ്സിലാക്കട്ടെ.
ലോകത്തിലെ മറ്റെല്ലാ ഭാഷകളും അറിയുന്ന എത്രയോ മഹാന്മാരായ നോബൽ സമ്മാനം കിട്ടിയ ആളുകളുണ്ട് സർവൻ. ആലോചിക്കണം, ആ നിലയിലുള്ള ആള്. അയ്യങ്കാളി അല്ലേ, ഇപ്പൊ നമ്മൾ വേടനെ കുറിച്ച് പറയുന്നല്ലോ, അയ്യങ്കാളിക്ക് ഇംഗ്ലീഷ് അറിയാം. അന്ന് ഇംഗ്ലീഷ് അറിയുന്ന എത്ര പണ്ഡിതരുണ്ടായിരുന്നു അല്ലേ? FA-കളും BA-കളും MA-കളും PhD-യൊക്കെ എടുത്ത ഒരുപാട് ആളുകൾ ഉണ്ടായിരുന്നല്ലോ. അവരൊന്നും ഇപ്പൊ നമ്മൾ കേൾക്കുന്നില്ലല്ലോ. ഒരു അയ്യങ്കാളിയല്ലേ ഇപ്പൊ കേൾക്കുന്നു. ഞാൻ പറഞ്ഞത് അതുകൊണ്ട് ഈ ജനത്തോട് സംസാരിക്കാൻ കഴിയുന്ന ആളുകളാണ് ഈ കേരളം സൃഷ്ടിച്ചത്. നാരായണ ഗുരു സംസ്കൃതം അറിയാം, തമിഴറിയാം, എല്ലാം അറിയാമെങ്കിലും അവിടെ എഴുതി വെച്ച സോദരൻ ജാതിഭേദം മതദ്വേഷം ഏഴുമില്ലാതെ സർവരും സോദരത്വേന വാഴുന്ന മാതൃകാസ്ഥാനം പച്ചമലയാളത്തിലാണ്. പച്ചമലയാള പ്രസ്ഥാനം അവിടെ ആരംഭിക്കുന്നു. അപ്പോ അതൊരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ്, തനിക്ക് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ടല്ലേ, ഒരു സമൂഹത്തെ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടാണ് നാരായണ ഗുരു ഇവിടുന്ന് എന്റെ നാട്ടിലേക്ക് വന്നു. തലശ്ശേരി ജഗന്നാഥ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി വന്നു. അപ്പോ ജഗന്നാഥ പ്രതിഷ്ഠ നടത്താൻ വേണ്ടി വന്നപ്പോൾ നാരായണ ഗുരുവിനോട് ഈഴവന് ഇത് പ്രതിഷ്ഠ നടത്താൻ അധികാരമില്ല എന്ന് പറയാൻ വേണ്ടി മണന്തല നീലകണ്ഠൻ മൂസ എന്ന് പറയുന്ന ഏറ്റവും അവിടുത്തെ, നിങ്ങൾക്ക് സാഹിത്യത്തിൽ നോക്കിയാൽ അദ്ദേഹത്തിന്റെ പേര് കാണും, കേരളത്തിലെ ഏറ്റവും വലിയ സംസ്കൃത പണ്ഡിതരിൽ ഒരാളാണ്. അദ്ദേഹത്തെ വേദവും എല്ലാ കാര്യങ്ങളും പ്രതിഷ്ഠയുടെ മറ്റേ പ്രതിശ്വാസത്തിന്റെ സർവ്വസംഗതികളും സംസ്കൃതത്തിൽ ഉദ്ധരിച്ചുകൊണ്ട് അദ്ദേഹം നാരായണ ഗുരുവിനെ ഖണ്ഡിക്കാൻ വേണ്ടി പുറപ്പെട്ടു. നാരായണ ഗുരുവിനോടൊപ്പമുള്ള കുമാരനാശാൻ പറഞ്ഞു, പണ്ഡിതരെ ഇവിടെ നാട്ടുകാരൊക്കെ ഇരിക്കുന്നുണ്ടല്ലോ, മലയാളത്തിൽ പറയാം. മനസ്സിലായല്ലോ? അപ്പൊ അതോടുകൂടി മലയാളത്തിൽ പറയേണ്ടി വന്നതോടുകൂടി കാര്യം മാറി. ഒരു പുതിയ കേരള നിർമ്മിതിയായി, എല്ലാവർക്കും കടന്നു ചെല്ലാൻ കഴിയുന്ന ഒരു ക്ഷേത്രമായിട്ട് മാറുന്നത്. ഇങ്ങനെയാണ് കേരളം ഉണ്ടായത്. അല്ലാണ്ട് ഇംഗ്ലീഷോട് ഒരു കേരളം ഉണ്ടാക്കിയിട്ടില്ല. ഇംഗ്ലീഷ് കൊണ്ട് ഉണ്ടായ ഗുണങ്ങൾ നമ്മൾ ഇങ്ങോട്ട് എടുക്കുക ചെയ്തത്, മലയാളത്തിലേക്ക് എടുക്കുക ചെയ്തത്. അതുകൊണ്ട് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നമ്മൾ പറയേണ്ട കാര്യം. ഇപ്പൊ നമ്മളോട് ആളുകൾ പറയില്ലേ, നിങ്ങൾ മലയാളത്തിന് വേണ്ടി പറയുന്നത് ഇംഗ്ലീഷ് വേണ്ട, ഇംഗ്ലീഷിന് ആരെങ്കിലും രണ്ടാം ഭാഷയായിട്ട് ഇംഗ്ലീഷ് പഠിക്കണം എന്നല്ലേ നമ്മൾ പറയുന്നത്. നമ്മളൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, എല്ലാ തർക്കത്തിലൊന്നും പറയേണ്ട ഒരു കാര്യമാണ്. ഈ മതവും ജാതിയും രാഷ്ട്രപൗരത്വവും പോലെയല്ല ഭാഷയിലെ നമ്മുടെ അംഗത്വം. നിങ്ങളൊരു മതക്കാരനാണോ മതക്കാരിയാണെങ്കിൽ മറ്റൊരു മതത്തിൽ അംഗമാകാൻ പറ്റൂല, ശരിയല്ലേ? ഞാൻ ഹിന്ദു ആണെന്ന് പറഞ്ഞാൽ മുസ്ലിം ആവാൻ പറ്റൂല. പറ്റും കേട്ടോ, ഖസാക്കിൽ പറ്റും. ഖസാക്കിന്റെ ഇതിഹാസത്തില് മൊല്ലാക്ക മറ്റേ സ്കൂളിൽ കുട്ടി പോകുമെന്ന് സംശയിച്ചപ്പോൾ പറയുന്നുണ്ട്, കുഞ്ഞാമിനോട് പറയുന്നുണ്ട്, ക്ലാസ്സിലോട്ട് സ്കൂളിൽ പോകരുത്, നീ ആണയിടാൻ പറയുന്നുണ്ട്. അപ്പൊ അവൾ ആദ്യം ഷെയ്ഖിനെ പിടിച്ച് ആണയിടുന്നു. മൊല്ലാക്ക് തൃപ്തിയായില്ല. അപ്പൊ പറയുന്നു, നീ പോതിയെ പിടിച്ച് ആണയിട്ടു. അപ്പൊ ഷെയ്ഖിനെയും പോതിയെയും ഒന്നിച്ചു പിടിച്ച് ആണയിട്ടിട്ടാണ്. മൊല്ലാക്കയാണ് ഒരേ സമയത്ത് ക്ഷേത്രത്തിന്റെയും അമ്പലത്തിന്റെയും രണ്ടിന്റെയും പിന്നെ ഉത്സവ തീയതി ഇയാളെ നിശ്ചയിക്കുന്നത്. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു. ഞാനിപ്പോൾ അതിലേക്ക് പോകുന്നില്ല, പുതിയ തലമുറ അങ്ങനെ മാറിപ്പോയെന്നല്ല. പക്ഷെ സാമാന്യഗതി ഇന്ന് പ്രത്യേകിച്ചും വിദ്യാഭ്യാസ വിഭജനത്തിനൊക്കെ ശേഷമൊക്കെ നമ്മൾ ഒരു മതക്കാരാണെങ്കിൽ മറ്റേ മതത്തിന് എതിരുന്ന ഇപ്പോ പഠിപ്പിക്കുന്നവരുണ്ടല്ലോ. ഇപ്പോ കറുപ്പിന്റെ എതിര് വെളുപ്പ്. അപ്പോ ഉത്തരേന്ത്യയിലൊരു പിന്നെ എതിർപ്പത എഴുതി കൊടുത്ത, അപ്പൊ ഹിന്ദുവിന്റെ എതിര് മുസ്ലിം, അച്ഛൻ്റെ എതിരെ അമ്മ, അച്ഛനമ്മയെ അടികൂടുന്ന കണ്ടിട്ടാണ് കുട്ടി വരുന്നത്. അപ്പോ ഇങ്ങനെ പഠിപ്പിക്കപ്പെടുക. നമ്മുടെ മതബോധം പോലും അങ്ങനെയാണ് വരുന്നത്. അപ്പോ ഈ നിലയിൽ അതുകൊണ്ട് മതത്തിന്റെ അകത്ത് ഒരു മതം എന്ന് പറയുമ്പോൾ മറ്റൊരു മതത്തിന് എതിരാണ്, ഒരു ജാതി എന്ന് പറയുമ്പോൾ മറ്റൊരു ജാതിക്ക് എതിരാണ്, അല്ലെങ്കിൽ അതിൽ നിങ്ങൾക്ക് അംഗമാവാൻ പറ്റില്ല. ഒരു രാഷ്ട്ര പൗരനാണെങ്കിൽ മറ്റൊരു രാഷ്ട്രത്തിൽ പൗരനാവാൻ പറ്റില്ല. പക്ഷെ ഭാഷ അങ്ങനെയല്ല. നിങ്ങൾക്ക് അനേകം ഭാഷയിൽ ഒപ്പം പൗരത്വം. ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. ഇതാണ് നമ്മൾ മലയാളത്തിന് വേണ്ടി പറയുമ്പോൾ നിങ്ങൾ മറ്റതിനെതിരല്ലേ എന്ന് ചോദിക്കുന്ന ആളുകളുടെ ചിന്താ മാതൃക മതത്തിന്റെ മാതൃകയാണ്. അപ്പൊ അവരോട് പറയേണ്ടത്, ഞങ്ങൾ മലയാളം പഠിക്കുന്നു, ഒന്നാം ഭാഷയെ പഠിക്കുന്നു, രണ്ടാം ഭാഷ ഇംഗ്ലീഷ് ഉണ്ട്, മൂന്നാം ഭാഷ ഹിന്ദി ഉണ്ട്, കഴിഞ്ഞില്ല, ഇനിയും എത്രയും ഭാഷക്കിടമുണ്ട്, അവിടെ അനന്ത ഗണമാണത്. അപ്പൊ ഈ ഒരു ചിന്തയുടെ രൂപകം നമ്മൾ പറയാ, ചിന്തിക്കുന്നത് നമ്മൾ ചില മാതൃകകൾ ഉപയോഗിച്ചാൽ. അപ്പൊ ഭാഷയ്ക്ക് വേണ്ടി മലയാളത്തിന് വേണ്ടി പറയാന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിനെതിരാണ്. ഇപ്പൊ ഞാൻ ചിലപ്പോൾ പ്രസംഗിച്ച് പോകുമ്പോൾ ഒരു ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചാൽ ഇറങ്ങി പോകുമ്പോൾ പറയാറുണ്ട്, അല്ല മാഷ് ഇതൊക്കെ പറഞ്ഞെങ്കിലും ഇംഗ്ലീഷ് വാക്ക് ഉപയോഗിച്ചാൽ ഒരു കുഴപ്പമില്ല. മലയാളി ഉപയോഗിക്കുന്ന എല്ലാ വാക്കുകളും മലയാളം. ബസ്സിന് മലയാളം തേടി നടക്കേണ്ട ആവശ്യമൊന്നുമില്ല. മനസ്സിലായോ? ഇപ്പൊ നമ്മുടെ വാക്ക് അങ്ങോട്ട് എടുത്തില്ല. ഇവിടെ കശുവണ്ടിയുടെ കയറിന്റെ നാടല്ലേ, ഇംഗ്ലീഷുകാരന് കയർ എവിടെ നിന്ന് കിട്ടി? നമ്മുടെ നാട്ടിൽ നിന്ന് കിട്ടി. കയറൊന്നും ഉണ്ടാക്കിയത്. അപ്പൊ അവൻ അതിനു വേണ്ടി ഇംഗ്ലീഷ് ഉണ്ടാക്കിയോ? ഇല്ലല്ലോ. അവനതിനു വേണ്ടി ഇംഗ്ലീഷ് ഉണ്ടാക്കിയില്ല. അവർക്ക് മാംഗോ അവിടെ നിന്ന് കിട്ടി. നമ്മുടെ മാങ്കായിയാണ് മാംഗോ. നമ്മുടെ തമിഴന്റെ മാങ്കായിയാണ് അവന്റെ മാംഗോ ആയിട്ട് മാറിയത്. നമ്മുടെ ചക്കയാണ് അവനെ ഉച്ചരിച്ച് ജാക്കാക്കിയും ജാക്ക് ഫ്രൂട്ട് ആക്കിയത്. ചക്കച്ചോളം കുട്ടികളൊന്നും കഴിക്കില്ലെങ്കിൽ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് കഴിക്കും. അങ്ങനെ അന്തസ്സും കൂടി.
അതൊരു അന്തസ്സും കൊള്ളിക്കുന്നതിനർത്ഥം. നല്ല യാതൊന്നും ചേർക്കാത്ത നേരിട്ടുള്ള വീണമായുള്ള ചക്കച്ചവളം കൊടുത്താൽ കുട്ടികൾ കഴിക്കില്ല. പക്ഷെ ജാക്ക് ഫ്രൂട്ട് ചിപ്സ് ഇംഗ്ലീഷിലോട്ട് ഒട്ടിച്ചു പഠിച്ചാൽ കഴിച്ചു. ഇതാണ് ഈ പുതിയ കാര്യം. അപ്പോ ഭാഷ അങ്ങനെയാണ്, വാക്കുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ കൊടുക്കും, അതിനൊന്നും യാതൊരു കുഴപ്പമില്ല. അതുകൊണ്ട് ഭാഷാ മൗലികവാദികളെ അല്ല നമ്മൾ, സാധാരണ മനുഷ്യർ ഉപയോഗിക്കുന്ന ഭാഷയ്ക്ക് പകരം വേറൊരു മലയാളം കൃത്രിമമായി ഉണ്ടാക്കേണ്ട യാതൊരു ആവശ്യമില്ല. അതുകൊണ്ടാണ് നമ്മൾ ബോയിലിംഗ് പോയിന്റ് ഒക്കെ പറയുമ്പോൾ ബോയിലിംഗ് പോയിന്റ് എന്ന് ഉപയോഗിക്കുന്നതിന് മലയാളം എന്താന്ന് ചോദിച്ചപ്പോൾ ബോയിലിംഗ് പോയിന്റ് ഒന്നും ഉപയോഗിക്കുന്നില്ല, നിങ്ങൾക്ക് തിളനില എന്ന് ഉപയോഗിച്ചോളൂ. എന്താ തിളനില എന്ന് ഉപയോഗിച്ചാലുള്ള ഗുണം? തിളനില എന്ന് ഉപയോഗിച്ചാലുള്ള ഗുണം, കുട്ടി മനസ്സിലാക്കുന്നു അടുക്കളയിൽ അമ്മയോടൊപ്പം പാത്രം തിളച്ച തിളയുണ്ടല്ലോ, അത് തന്നെയാണ് ലബോറട്ടറിയിലെ തിള എന്ന് മനസ്സിലാക്കും. ജീവിതവും ശാസ്ത്രവും തമ്മിൽ വ്യത്യാസമൊന്നുമില്ല. അമ്മ ഒരു ശാസ്ത്രജ്ഞയാണെന്ന് കൂടെ മനസ്സിലാക്കും. ഇതൊരു രാസപ്രവർത്തനമാണ് ഭക്ഷണം ഉണ്ടാക്കുന്നത് മനസ്സിലാക്കും. ജീവിതവും വിദ്യാലയവും തമ്മിലുള്ള അകലം അവസാനിക്കും. അതാണ് ഇത്. ഇംഗ്ലീഷിൽ പഠിച്ചാൽ രണ്ട് വ്യക്തികളായിരിക്കും. ലബോറട്ടറി പോകുമ്പോൾ ഇംഗ്ലീഷ് മാത്രം ഉപയോഗിക്കുകയും അടുക്കളയിൽ മലയാളം മാത്രം ഉപയോഗിക്കുമ്പോൾ അവൻ രണ്ട് വ്യക്തിയാവും. അവന്റെ ശാസ്ത്രബോധം അവന്റെ ലോകബോധത്തെ ഒരിക്കലും തിരുത്തുകയില്ല. ഇതാണെങ്കിൽ ഇത് അങ്ങോട്ട് കയറി പോകുന്നു, അത് ഇങ്ങോട്ട് വരുന്നു, ഒരു പുതിയ മനുഷ്യനെ സൃഷ്ടിക്കുന്നു. ഇതാണ് അതിന്റെ അർത്ഥം. അപ്പൊ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള ഇടപെടൽ, മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള വാദം ഒരിക്കലും അന്യഭാഷക്കെതിരല്ല. എന്ന് മാത്രമല്ല, കേരളത്തിലെ ഇതര മാതൃഭാഷയായിട്ടുള്ള ആളുകളുണ്ടല്ലോ, ഗോത്രഭാഷകൾ ഉപയോഗിക്കുന്ന ആളുകളുണ്ട്, ഭാഷാ ന്യൂനപക്ഷങ്ങൾ. ഞാൻ മനസ്സിലാക്കുന്ന കൊല്ലത്തും തമിഴ് മാതൃഭാഷയായിട്ടുള്ള കുറച്ച് പേരെങ്കിലും ഉണ്ട്. അവരുടെ മാതൃഭാഷ കളയണം നമ്മൾ പറയുന്നില്ല. അതിനോടൊപ്പം ഇംഗ്ലീഷ് കൂടെ ചേർക്കാമെന്ന്, മലയാളം കൂടി ചേർക്കാമെന്ന് നമ്മൾ പറയുന്നു. അത് കളയണം എന്നുള്ള വാദമേ ഇല്ല. അങ്ങനെ വന്നാൽ പിന്നെ നമ്മളെ തന്നെ പരാജയപ്പെടുത്തലായിട്ട്. അതുകൊണ്ട് അതിനോടൊപ്പം ചേർക്കുക. കാരണം അവർ പൊതുസമൂഹത്തിൽ മലയാളത്തിലാണ് ഇടപെടുന്നത് എന്നൊരാശയം. ഇനി കേരളത്തിലെ ബംഗാളികൾ ഉൾപ്പെടെയുള്ള ആൾക്കാർ കേരളത്തിൽ വരുന്നു, അവരോട് നമ്മൾ എന്താ പറഞ്ഞത്? നിങ്ങൾ കേരള സമൂഹത്തിൽ ഇടപെടണമെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഭാഷകളിൽ ഇതോടെ വീട്ടിലോ എല്ലാതെയും ഉപയോഗിച്ചോളൂ. പക്ഷെ നിങ്ങൾ മലയാളം കൂടി പഠിക്കണം. അങ്ങനെ പഠിച്ചില്ല എന്താ സംഭവിക്കുന്നത്? അങ്ങനെ പഠിച്ചില്ലെങ്കിൽ ജിഷാവധക്കേസ് പോലുള്ള വധം വരും. കാരണം ഭാഷയിലൂടെ നാട്ടുകാരോട് വിനിമയം ചെയ്യാൻ കഴിയാതിരിക്കുമ്പോൾ ഒരു പെൺകുട്ടിയോട് അവളുടെ ഭാഷയിൽ ഒരു വിദേശം എന്ന് പറയേണ്ട, ഇതര സംസ്ഥാനം എന്ന് പറയേണ്ട, ഞാൻ പറയാം സഹസംസ്ഥാനം എന്നാണ്, നമ്മുടെ സംസ്ഥാനം തന്നെയാണ്. ഒരു സഹസംസ്ഥാന തൊഴിലാളി ഇവിടെ വന്ന് നമ്മുടെ ഒരു പെൺകുട്ടിയെ ആ മലയാളത്തിൽ വിനിമയം ചെയ്യാൻ കഴിയാതെ പോയാൽ അവളെ ഒരു ശരീരം മാത്രമായിട്ടേ കാണുള്ളൂ. അവളുടെ മനസ്സും കൂടെ അറിയണമെങ്കിൽ അതിനോട് വിനിമയം ചെയ്യാൻ കഴിയുന്ന ഒരു ഭാഷയും കൂടെ ഉണ്ടാക്കി അല്ലേ. മാത്രമല്ല, നമ്മുടെ മാതൃഭൂമി മനോരമയും ദേശാഭിമാനിയും ഒക്കെ അവർക്ക് വായിക്കാൻ കഴിയണം. നമ്മുടെ തറണിയും ദേവും ഒക്കെ അവർ പഠിക്കണം. അങ്ങനെയല്ലേ? മലയാള ഐക്യവേദിയുടെ 7ാം സംസ്ഥാന സമ്മേളനം ഉദ്ഘാടനം ചെയ്ത ഒരു ആസാമീസ് പെൺകുട്ടിയാണ്, കലാമണ്ഡലത്തിലാണ് ഉദ്ഘാടനം ചെയ്തത്. അവള് ആസാമിയാണ്, മാതൃഭാഷ ആസാമാണ്. പക്ഷേ കേരളത്തിലെ കവിതാ പരീക്ഷയിൽ കവിതാ മത്സരത്തിൽ 1ാം സ്ഥാനം അവൾക്കാണ്. നമ്മുടെ കുട്ടികൾ മലയാളം പഠിക്കാതിരിക്കുമ്പോൾ ഈ സഹസംസ്ഥാന തൊഴിലാളികളുടെ മക്കള് മലയാളം പഠിക്കുന്നു. ഇപ്പൊ ഏതാ മലയാളി സംശയമല്ലോ. നമ്മളുടെ ജന്മം കൊണ്ട് നമ്മൾ ആ മലയാളികൾ എന്ന് പറയുന്ന ആളുകളുടെ മക്കള് മലയാളം പഠിക്കാതിരിക്കുക, സഹസംസ്ഥാന തൊഴിലാളികളുടെ മക്കൾ മലയാളം പഠിക്കുന്നു. മലയാളം മീഡിയത്തിൽ പഠിച്ചിട്ട് ഫുൾ A+ കിട്ടിയ കുട്ടികൾ ഇപ്പോഴും ഉണ്ട്. ഇതിലേതാ മലയാളി? മലയാളിയാണോ ബംഗാളിയാണോ മലയാളി എന്നൊരു ചോദ്യം വരും. ഇവിടെയാണ് ഭാഷയെ സംബന്ധിച്ച് ചില മൗലിക കാര്യങ്ങൾ നമ്മൾ ഓർക്കേണ്ടതുണ്ട്. ഒന്നാമത്തെ കാര്യം, ഭാഷ എന്ന് പറയുന്നത് മനുഷ്യനും മൃഗവും തമ്മിലുള്ള വ്യത്യാസത്തിന്റെ അടിസ്ഥാനമുള്ള ഭാഷയാണ്. ഇത്ര സങ്കീർണമായൊരു ഭാഷാ വ്യവസ്ഥ മൃഗങ്ങൾക്കില്ല. ഇപ്പം നമ്മൾ ഈ ആർക്കിടെക്ചർ എന്നൊക്കെ പറയുമ്പോൾ തേനീച്ചയുടെ കൂടുണ്ടാക്കലും അതിന്റെ ഘടനയൊക്കെ നോക്കിക്കഴിഞ്ഞാൽ ആർക്കിടെക്ചർ അവർക്ക് അറിയാം. ജീവജാലങ്ങളെ കുറിച്ച് കൂടുതൽ പഠിച്ച ആളുകൾ നമ്മുടെ പല ഭാവനകളും അവർക്കിട്ടെന്നറിയാം. പക്ഷേ നാളെ എന്ന് പറയാനൊരു ഭാഷ അവർക്കില്ല. എന്റെ മുത്തശ്ശൻ ഇന്ന ആളായിരുന്നു എന്ന് പറയാനൊരു ഭാഷയില്ല അല്ലേ. അപ്പം നമ്മുടെ മുമ്പില്ലാത്തൊരു സാധനം ഭാവനയിലൂടെ കൊണ്ടുവരാനുള്ള ഭാഷ അവർക്കില്ല. ഈ ഭാഷയാണ് ഹോമോസാപ്പിയൻസിനെ മറ്റു ജീവികളിൽ വ്യത്യസ്തമാക്കിയത്. ഇനി ആ ഭാഷയുടെ സ്വഭാവം എന്താ? ആ ഭാഷ ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണ്. നമ്മളിപ്പോൾ ജന്മസിദ്ധം എന്ന് പറയും. ജന്മസിദ്ധമായിട്ട് കിട്ടിയതാണെങ്കിൽ ജന്മം കൊണ്ട് മലയാളി, ഭാര്യയും ഭർത്താവും മലയാളിയായ, അമ്മയും അച്ഛനും മലയാളിയായ ഒരാൾക്കുണ്ടാകുന്ന, ദമ്പതിമാർക്കുണ്ടാകുന്ന കുട്ടി അവളെ ഒറ്റക്ക് താമസിപ്പിച്ചാൽ മലയാളം പറയും. ഒറ്റക്ക് മലയാളമേ കേൾക്കുന്നില്ല, ഒരു ഭാഷയും കേൾക്കുന്നില്ല, പറയൂ ഇല്ലല്ലോ. അപ്പൊ അതല്ല എന്നർത്ഥം. അപ്പൊ നമ്മൾ പറയും അതിൽ കുറച്ച് കുട്ടികൾ കൂടെ ഒപ്പം വേണ്ടേ. അപ്പൊ നിങ്ങൾ വേണമെങ്കിൽ ഒരു ലേബർ റൂമിൽ നിന്നുള്ള കുട്ടികളെ മൊത്തം എടുത്ത് ചേർത്തോളൂ. ഒന്നും പറയുന്നില്ല, അവർ സംസാരിക്കുമോ? ഇല്ല. അതിന്റെ അർത്ഥം ഭാഷ ജന്മസിദ്ധമല്ല. പിന്നെ എന്താ സിദ്ധി? കേട്ട ഭാഷ
ഉള്ളിൽ കൊള്ളാനും ആവർത്തിക്കാനും പുതിയ രീതിയിൽ ഭാവന ചെയ്യാനുള്ള ശേഷിയാണ്. അതുകൊണ്ട് ഭാഷ ഒരിക്കലും ജന്മസിദ്ധമല്ല, ഭാഷാ ശേഷിയാണ് ജന്മസിദ്ധം. അതുകൊണ്ട് മലയാളം ഇവിടെ പ്രാഥമികമായിട്ടൊരു കുട്ടി അതുകൊണ്ട് ബംഗാളിക്കും മലയാളിക്കും ജനിച്ചു വീണാൽ തുല്യ പദവിയാണ് കേരളത്തിൽ. ആര് മലയാളം പഠിക്കുന്നതിനനുസരിച്ചാണ് മലയാളിയാവുന്നത്. ആ വ്യത്യാസമാണ്. ഇത് ആദ്യം പറഞ്ഞ ആള്, ഇതൊക്കെ വലിയ ബുദ്ധിമുട്ടുണ്ടാകുന്ന കാര്യമല്ലേ, പ്രത്യേകിച്ചും മുന്നോട്ട് പോകുന്നവർ. ഇത് ആദ്യം പറഞ്ഞ ആള് ലോക നവോത്ഥാനത്തിന്റെ പിതാവായിട്ട് പറയപ്പെടുന്ന ദാന്തയാണ്. നമുക്ക് ചരിത്രത്തിലൊക്കെ പഠിക്കും, പക്ഷെ നല്ല കാലത്തിന് ദാന്തയുടെ ഭാഷാ സങ്കല്പം വെച്ച് ബാക്കിയൊക്കെ പഠിക്കും. നവോത്ഥാനം എന്ന് നമ്മൾ പറയുന്ന ലോക നവോത്ഥാനത്തിന് തുടക്കക്കാരനായ ദാന്തയെ മാതൃഭാഷയുടെ ഒരു സൈദ്ധാന്തികനും പ്രയോക്താവും. അവിടുന്ന് തുടങ്ങുന്നത്. ദാന്ത എന്താ പറഞ്ഞത്? ദാന്ത എന്താ ചെയ്തു? ലത്തീൻ ഭാഷയിൽ അതുവരെ നമ്മൾ കേരളത്തിൽ സംസ്കൃതം, ഒരു കാലത്ത് സംസ്കൃതമായിരുന്നല്ലോ വരേണ്യ സാഹിത്യത്തിന്റെ ഭാഷ. സംസ്കൃതത്തിന് പകരം മലയാളം ഉപയോഗിച്ച് തുടങ്ങിയതുപോലെ പടജനങ്ങളുടെ നടുവിലുള്ള ഒരു പടയണിക്കുക ചേരുവാൻ വടുകി എന്നൊരു കേരള ഭാഷ തന്നെ ചിദംബരം എന്ന നമ്പ്യാർ പറയുന്ന പോലെ, ഊഴിയിൽ ചെറിയവർക്ക് അറിയുമാർ ഉര ചെയ്വൻ എന്ന് രാമചരിതകാരൻ പറയുന്ന പോലെ, എഴുത്തച്ഛൻ പറയുന്ന പോലെ, സംസ്കൃതത്തിന് പകരം നാട്ടുഭാഷ ഉപയോഗിച്ച് തുടങ്ങുന്ന ഘട്ടം എന്ന് പറയുന്നത് അതാണ് നവോത്ഥാനം. യൂറോപ്പിൽ അത് തന്നെയാണ്. ലത്തീൻ എന്ന് പറയുന്ന ക്രൈസ്തവ പുരോഹിതന്മാരുടെ ഭാഷ, അടിസ്ഥാനപരമായി അതായിരുന്നില്ല. അത് ബൈബിൾ വ്യാപനം ചെയ്ത ഭാഷ, ബൈബിളിന്റെ ഒറിജിനൽ ഭാഷ അതല്ല. ആ ഭാഷയിലാണ് ഗൗരവമുള്ള കാര്യങ്ങളൊക്കെ എഴുതേണ്ടത് കരുതിയിരുന്ന കാലം 11ാം നൂറ്റാണ്ട് വരെ യൂറോപ്പിൽ. അവിടെ നിന്നാണ് ദാന്തെ ആ പതിവ് ലംഘിച്ചിട്ട് സ്വന്തം നാട്ടുഭാഷയെ അതുവരെ ആരും എഴുതിയിട്ടില്ല എന്ന് ഓർമ്മിക്കണേ. ഇപ്പൊ എത്രയോ ആളുകൾ മഹാന്മാർ എഴുതിയ മലയാളം ഉപയോഗിക്കുന്നത് നമുക്ക് മടി. ആരും എഴുതാത്ത ഭാഷയിൽ അസാധ്യമായ ഒന്നിലേക്ക് ആദ്യം കാലെടുത്ത് വെക്കുന്ന ദാന്തയാണ്. അദ്ദേഹം ഡിവൈൻ കോമഡി എന്ന് പറയുന്ന ലോക ക്ലാസിക് അദ്ദേഹം നാട്ടുഭാഷയിൽ ഇറ്റാലിയൻ എഴുതുന്നതോടു കൂടിയാണ് നവോത്ഥാനം ആരംഭിച്ചത്. അത് അദ്ദേഹം എഴുതുക മാത്രമല്ല ചെയ്തത്, അതിനുവേണ്ടി അദ്ദേഹം ഒരു പ്രഖ്യാപനം ഉണ്ടാക്കി. അതിന്റെ പേര് ദി വൾഗാരി ഇലക്വൻഷ്യ എന്ന ഒരു ചെറിയ പ്രബന്ധം. അതിൽ അദ്ദേഹം പറയുന്നത് എന്താണ് മാതൃഭാഷ എന്ന് അവിടെ അദ്ദേഹം നിർവചിക്കുന്നു. അദ്ദേഹം പറയുന്നു, മാതൃഭാഷ എന്ന് പറഞ്ഞാൽ ഏതൊരു ഭാഷയിലാണോ ആയമാർ നമ്മോട് സംസാരിക്കുന്നത് അതാണ് മാതൃഭാഷ. ശ്രദ്ധിക്കണം, അമ്മമാർ എന്നല്ല. എനിക്ക് തോന്നുന്നത് മലയാളിയെ മുൻകൂട്ടി കണ്ടിട്ടുണ്ടാക്കിയതാണ് നിർവചനം എന്നാണ്. കാരണം ഇപ്പൊ നമ്മൾ ജനിച്ചു വീഴുന്ന കുട്ടികളോട് മലയാളി അച്ഛനമ്മമാരും മലയാളമല്ലല്ലോ പറയുന്നത്. പക്ഷെ അവളെ വളർത്താൻ ഏൽപ്പിക്കുന്ന ആയ മലയാളം പറയും. ഇപ്പൊ സമൂഹത്തിന്റെ ഭാഷ മാതൃഭാഷ, കൃത്രിമമായ അച്ഛനമ്മയും അടിച്ചേൽപ്പിക്കുന്ന ഭാഷയല്ല, സമൂഹ ഭാഷയാണ് മാതൃഭാഷ. വളരെ പ്രധാനപ്പെട്ട വ്യത്യാസമാണ്. ഇത് നമ്മുടെ സംഘടനാപരമായും വളരെ പ്രസക്തമാണ്. കാരണം നമ്മൾ മാതൃഭാഷയ്ക്ക് വേണ്ടി സംസാരിക്കുമ്പോൾ അത് ഈ പറയുന്ന മലയാളം സംസാരിക്കുന്ന ബംഗാളി അതിൽ ഭാഗമാവും. പക്ഷേ നവനിർമ്മാണ സേനയുടെയും ശിവസേനയുടെയും മാതൃഭാഷ സങ്കല്പിതല്ല. അവിടെ മഹാരാഷ്ട്രയിൽ രക്തം കൊണ്ട് മറാഠിയായവന് മാത്രമേ അതുകൊണ്ടാണ് നമ്മൾ ഒരു കാലത്താണ് നമ്മളെ പിടിച്ചത്. തമിഴന് പോലും ഈ തരത്തിലുള്ളൊരു ഉയർന്ന ചിന്ത ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. അതുകൊണ്ട് മാതൃഭാഷയെക്കുറിച്ചുള്ള ഏറ്റവും ഉയർന്ന, ഏറ്റവും ജനാധിപത്യപരമായ, അവരെ ഒഴിവാക്കാത്ത, അവരെയും കൂടി ഉൾക്കൊള്ളുന്ന, തുറന്നു വെക്കപ്പെട്ട ഒരു സമൂഹം എന്നുള്ള നിലയിൽ പക്ഷെ അവർ മലയാളം കൂടെ മനസ്സിലാക്കി. നമ്മളും അങ്ങനെയല്ലേ? ഈ കൊല്ലത്തിന്റെ ചരിത്രം എന്ന് പറഞ്ഞ വരവുകളുടെ ചരിത്രമല്ലേ അല്ലേ? ഇപ്പൊ നമ്മൾ വിഴിഞ്ഞത്തെ കുറിച്ച് പറയുന്നു, കൊല്ലത്തിന്റെ മനസ്സിലാക്കുന്ന കൊല്ലത്തിന്റെ വലിയൊരു പദ്ധതി വരാൻ പോകുന്നതാണ്. ചൈനക്കാരുൾപ്പെടെയുള്ള എത്രയോ ആളുകൾ, ജൂതന്മാരുൾപ്പെടെയുള്ള ആളുകൾ വന്നു ചേർന്ന് അവരുടെ രക്തം DNA പരിശോധിച്ച് നോക്കിയാൽ, ഇപ്പൊ ജിനോം പരിശോധിച്ച് നോക്കിയാൽ ലോക ജനത മുഴുവൻ ഇവിടെ ഉണ്ട്. അങ്ങനെയല്ലേ ഉണ്ടായത്? അതൊരു ദിവസം കൊണ്ട് ഇല്ലാതാക്കാൻ പറ്റില്ല. നമ്മുടെ കുട്ടികൾ അവിടെ പോയാൽ അവിടെ അവർ ജയിച്ചു ചേരും, അവരിങ്ങോട്ട് വന്നാൽ ജയിച്ചു ചേരും. ലോക പൗരത്വത്തിന്റെ ഭാഗമാണ്. അതുകൊണ്ട് മാതൃഭാഷ ഒരു ഇട്ടാവട്ടമൊന്നുമല്ല, അത് ലോകമായിട്ട് ബന്ധപ്പെട്ട ഒരു വിശ്വസങ്കല്പത്തിന്റെ ഭാഗമാണ്. അതാണ് അദ്ദേഹം പറഞ്ഞത്. മാതൃഭാഷ എന്ന് പറയുന്നത് ഒരു സാമൂഹ്യ സങ്കല്പമാണെന്നും അതിൽ ഏത് ആളുകൾ വന്ന് ചേരുമ്പോഴും അവരതിന്റെ ഭാഗമായി തീരുന്നതാണ് അതിന്റെ അർത്ഥം. അതുകൊണ്ട് അതിൽ അപരന്മാരും പുറത്തുള്ള ആളുകളും അകത്തുള്ള ആളുകളില്ല, ജനം മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് മാതൃഭാഷ എന്ന് പറയുമ്പോൾ തന്നെ നമുക്ക് വേണമെങ്കിൽ ജനഭാഷ എന്നും പറയാം, ഒരു കുഴപ്പമില്ല. ജനാധിപത്യത്തിന്റെ ഭാഗമാണ്. ഇപ്പോ കഴിഞ്ഞ ദിവസം മലയാള ഐക്യവേദിയുടെ സ്റ്റാറ്റസിലൊക്കെ നമ്മൾ കണ്ടുവല്ലോ, കർണാടകത്തിൽ ഒരു സ്റ്റേറ്റ് ബാങ്കിന്റെ മാനേജറായിരിക്കുന്ന ഒരു സ്ത്രീ ഹിന്ദിയെ പറയുള്ളൂ എന്ന് പറഞ്ഞു. അവിടുത്തെ ഭാഷാ സംഘടനക്കാർ പോയി ഇടപെട്ടു. ആര് ജയിച്ചു? ഈ ഇന്ത്യയുടെ ഔദ്യോഗിക ഭാഷയെ ഹിന്ദിയാണോ ജയിച്ചത്, ജനഭാഷയാണോ ജയിച്ചത്? ജനഭാഷ ജയിച്ചു. അവിടെ വിഷയം. ഇപ്പൊ ഞാൻ മലയാളം കൊണ്ട് ജർമ്മനിയിൽ പോയിട്ട്, അല്ലെങ്കിൽ മലയാളം കൊണ്ട് വേറൊരു നാട്ടിൽ പോയിട്ട് അവിടെ ഞാൻ മലയാളം അടിച്ചേൽപ്പിക്കുകയല്ല വേണ്ട, ആ ജനഭാഷ പഠിച്ചെടുക്കുകയാണ് വേണ്ടത്.
ഇവിടെ വരുന്ന IAS ഇപ്പൊ ഋഷിരാജ് സിംഗില്ലേ അമീഷക്കാരൻ, നല്ല മലയാളം പറയുന്നില്ല. എത്ര ആളുകൾ IAS IPS എത്രയോ ആളുകൾ എഴുതുന്നില്ല. എത്രയോ ആളുകൾ ഇവിടെ വന്ന് മലയാളം പഠിക്കും. തിരിച്ച് നമ്മുടെ കുട്ടികളും അങ്ങനെ തന്നെ. നമ്മുടെ കുട്ടികൾ ഇന്ത്യയിലോ ലോകത്തിൽ എവിടെയും പോയാൽ അവിടുത്തെ ഭാഷ പഠിക്കണം. കാരണം അത് ജനത്തെ നമ്മൾ ഒരാളെക്കാൾ വലുതാണ് എപ്പോഴും സമൂഹം. ഇതാണ് ജനാധിപത്യം. ജനാധിപത്യം എന്ന് പറഞ്ഞാൽ നിങ്ങൾ എത്ര വലിയ വ്യക്തിയായാലും നിങ്ങളെക്കാൾ വലുതാണ് സമൂഹം. അതാണ് ഭരണഭാഷ മലയാളമെന്ന് പറഞ്ഞതിനർത്ഥം. അല്ലാതെ ഇത് എന്റെ ഭാഷയായതുകൊണ്ട്, ഇത് സമൂഹത്തിന്റെ ഭാഷയായതുകൊണ്ട്. അതുകൊണ്ടാണ് കുമാരനാശാൻ പണ്ഡിതരെ നമുക്ക് മലയാളത്തിൽ ചർച്ച ചെയ്താൽ മതി എന്ന് പറഞ്ഞതിന്റെ കാര്യം. അപ്പോൾ ആ നിലയില്ല. മാത്രമല്ല നമ്മൾ വിചാരിക്കുന്നത് മലയാളത്തിന് വേണ്ടിയുള്ള സമരം പോലൊരു സമരം ഈ നമ്മുടെ നാട്ടിലൊക്കെ നടന്നുകൊള്ളുന്നു. നമ്മളിപ്പോൾ ഏറ്റവും വലിയ എതിരാളികളായിട്ട് കരുതുന്ന ഇംഗ്ലീഷ് ഉണ്ടല്ലോ, ആ ഇംഗ്ലീഷുകാരാണ് ആദ്യം നമുക്ക് വഴി കാണിച്ച പലതിലുള്ളത് പോലെ. കാരണം AD 11-ാം നൂറ്റാണ്ടിൽ 1066 AD അവിടെ ഇംഗ്ലണ്ടിൽ ഫ്രഞ്ച് ജനത, ഫ്രഞ്ച് അധിനിവേശം അവിടെ നടന്നു. നോർമൻകാരെന്ന് അവരുടെ പേര്. ഇംഗ്ലീഷ് ഹിസ്റ്ററി പഠിച്ച ആളുകൾക്ക് അറിയാം. നോർമൻകാരുടെ ഭാഷ ഫ്രഞ്ചാണ്, ഇവരുടെ ഭാഷ ഇംഗ്ലീഷും. ആധുനിക ഇംഗ്ലീഷ് അല്ല, നമ്മൾ അന്നത്തെ മലയാളം പോലെ മലയാളം, ഒരു ഇംഗ്ലീഷ്. എന്നിട്ടതുണ്ടായി. എന്നിട്ട് അവിടുത്തെ സ്വാഭാവികമായ ഇംഗ്ലീഷ് അടിച്ചമർത്തപ്പെടുകയും നേരത്തെ കണ്ട പൗരോഹിത്യ ഭാഷയായ ലത്തീനും ഈ വന്നു ചേർന്ന ഫ്രഞ്ചും മാത്രമായി ഫാഷനബിളായ ഭാഷ, അല്ലെങ്കിൽ പൊതുജന അംഗീകാരമുള്ള ഭാഷ ഇംഗ്ലീഷ്. എന്ന് ഇംഗ്ലീഷ് ചരിത്രം പറയും, അന്ന് 11, 12 നൂറ്റാണ്ടുകൾ, 14 നൂറ്റാണ്ട്, 15 നൂറ്റാണ്ട് വരെ ഏകദേശം, അന്ന് ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് സംസാരിച്ചിരുന്നത് അടുക്കളയിൽ മാത്രം ഇടപെടുന്ന സ്ത്രീകളും ഏറ്റവും നാട്ടുംപുറം പ്രദേശങ്ങളിലുള്ള കർഷകരും മാത്രമാണ്. വിദ്യാഭ്യാസമുള്ള ഒരാളും ഇംഗ്ലണ്ടിൽ അക്കാലത്ത് ഇംഗ്ലീഷ് ഉപയോഗിച്ചിരുന്നില്ല. എന്നിട്ട് എങ്ങനെ ഇംഗ്ലീഷ് ലോകഭാഷയായി? നമ്മൾ നടത്തിയപ്പോൾ സമരം നടത്തി. ജെഫ്രി ചോസർ എന്ന് പറയുന്ന നമ്മുടെ എഴുത്തച്ഛന് തുല്യനായ ഇംഗ്ലീഷ് കവി ഇതേപോലെ വിപ്ലവം നടത്തിയത്. അദ്ദേഹം രാജസദസ്സിൽ, അതുവരെ ഇംഗ്ലീഷ് ഉച്ചരിക്കാത്ത രാജസദസ്സിൽ കവിത ഇംഗ്ലീഷിൽ പറഞ്ഞുകൊണ്ട് ആദ്യത്തെ വിപ്ലവം വെടിപൊട്ടിച്ചു. ഇംഗ്ലീഷ് ഭാഷയ്ക്ക് വേണ്ടിയുള്ള വിപ്ലവം. അദ്ദേഹത്തിന്റെ കാൻറ്റർബറി ടൈൽസ് എന്ന് പറയുന്ന കൃതിയിൽ അദ്ദേഹം പറയുന്നത് നോക്കൂ, ഒരു യാത്രക്കാരിയെ കുറിച്ചാണ് പറയുന്നത്. നോക്കൂ, ആ പൊങ്ങച്ചക്കാരി ഫ്രഞ്ചാണ് പറയുന്നത്, പക്ഷെ അവിടെ ഫ്രഞ്ച് കേട്ടാൽ സാക്ഷാൽ ഫ്രഞ്ചുകാർക്ക് മനസ്സിലാവില്ല എന്ന് പരിഹസിക്കുന്നത് അദ്ദേഹം. ഇംഗ്ലീഷ് കവികളും ഇംഗ്ലീഷ് ശാസ്ത്രജ്ഞരും ഇംഗ്ലീഷ് എഴുത്തുകാരും ഉണ്ടാക്കിയെടുത്തതാണ് ഇംഗ്ലീഷിനെ. കോടതി ഭാഷ 4 നൂറ്റാണ്ട് ശ്രമിച്ചിട്ട് ഇംഗ്ലീഷ് ആയില്ല. നമ്മളിപ്പോൾ തുടങ്ങിയിട്ടില്ലേ ഉള്ളൂ. നമ്മൾ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പൊ നമ്മൾ തുടങ്ങിയ ഒരു 10-15 കൊല്ലം. കോടതി ഭാഷയ്ക്ക് വേണ്ടിയുള്ള വാദം തുടങ്ങിയത് 56 മുതൽ. പക്ഷേ ഇതോ നോക്കൂ, 11-ാം നൂറ്റാണ്ട് മുതൽ 17-ാം നൂറ്റാണ്ട്, 18-ാം നൂറ്റാണ്ട് വരെ ആക്കിയിട്ടും ഇംഗ്ലീഷുകാർക്ക് കോടതി ഭാഷ ഇംഗ്ലീഷ് ആക്കാൻ കഴിഞ്ഞില്ല. അവരെങ്ങനെ ആക്കിയെന്നറിയോ? 18-ാം നൂറ്റാണ്ടിൽ 1732 ജോർജ് 2-ാമൻ രാജാവ് ഒരു വിളംബരം പുറപ്പെടുവിച്ചു. എന്താ വിളംബരം? ഇനി മുതൽ ഇംഗ്ലണ്ടിലെ കോടതിയിൽ ആരെങ്കിലും ഇംഗ്ലീഷ് അല്ലാതെ, അതായത് ജനതയുടെ ഭാഷയല്ലാതെ ലത്തീനോ ഫ്രഞ്ചോ ഉച്ചരിച്ചാൽ 50 പവൻ പിഴ എന്നാണ്. ഇവിടെ മലയാളം ഉച്ചരിച്ചാൽ പിഴ. സ്കൂൾ ആലോചിച്ചു, വലിയ പിഴയാണ്. അതെ, ബൈബിളിൽ പറഞ്ഞ പോലെ വലിയ പിഴയാണ്. അപ്പോ അവരങ്ങനെ നിയമം കൊണ്ടുണ്ടാക്കിയെടുത്തതാണ്. നമ്മളിപ്പോൾ മലയാളത്തിന് നിയമം വേണമെന്ന് ചോദിക്കുന്ന ആൾക്കാരെ മനസ്സിലാക്കാത്തൊരു കാര്യമാണ്. നിയമം കൊണ്ടാണ് ഉണ്ടാക്കിയത്. ഇംഗ്ലീഷ് ഉണ്ടാക്കിയ നിയമം കൊണ്ടാണ്. മെക്കാളയുടെ നോട്ടിന്റെ ഭാഗമായി ഉണ്ടാക്കിയ നിഷേധാത്മകമായ നിയമത്തെ നമ്മൾ ഇല്ലാതാക്കുകയോ ചെയ്യുന്നത്. അവരുടെ കയ്യേറ്റത്തെ, ഇപ്പൊ ഫൽഗാമൊക്കെ പറയുന്നത് കയ്യേറ്റത്തെ നമ്മൾ പ്രതിരോധിച്ചത്. അതുപോലെ ഈ പറയുന്ന പ്രതിരോധമാണ്. ഇങ്ങോട്ട് കയ്യേറി ഇംഗ്ലീഷുകാർ ഇങ്ങോട്ട് വന്ന് അവരുടെ അല്ലാത്ത ഒരു പ്രദേശത്തേക്ക് ഇംഗ്ലീഷ് അടിച്ചേൽപ്പിച്ചാൽ നമ്മൾ അങ്ങോട്ട് കയറുന്നു, അത്രയേ ഉള്ളൂ. അവരുടെ ഇംഗ്ലീഷിനോട് നമുക്ക് ബഹുമാനക്കുറവൊന്നുമില്ല. ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷിനോട് നമ്മൾ നല്ല ബഹുമാനം. കീറ്റ്സിന്റെയും ഷെല്ലിയുടെയും വേർഡ്സ്വർത്തിന്റെയും ഇംഗ്ലീഷ് നമ്മുടെ സാഹോദര്യ ഭാഷയാണ്, യാതൊരു സംശയമില്ല കാര്യത്തിൽ. പക്ഷെ നമ്മളുടെ കഞ്ഞിയിൽ മണ്ണിട്ടുകൊണ്ടാണ് അവരുണ്ടാക്കുന്നതെങ്കിൽ അതവിടെ വെച്ചാൽ മതി എന്നുള്ള നമ്മുടെ വാദം. അതൊരു കോളനിയാനന്തര വാദം കൂടിയാണ്. കാരണം നമ്മൾ ഇംഗ്ലണ്ടിന്റെ മേൽക്കോയ്മയെക്കുറിച്ചും പുരോഗതിയെക്കുറിച്ചും പറയുമ്പോൾ പുതിയ പഠിതാക്കൾ പറയുന്ന ഒരു കാര്യമുണ്ട്. ലണ്ടൻ 18-ാം നൂറ്റാണ്ടിലെ 19-ാം നൂറ്റാണ്ടിലെ ലണ്ടൻ പട്ടണം ഉണ്ടാക്കിയ മുതലാളിമാരുടെ ഓഹരിയിൽ 60% അടിമക്കച്ചവടം ഉണ്ടാക്കിയ പണമാണ്. ആലോചിച്ച് അടിമക്കച്ചവടം ഉണ്ടാക്കിയ പണം. മഹാന്മാരായ ആളുകൾ, പക്ഷെ നടത്തുന്ന അടിമക്കച്ചവടം എന്നതുപോലെ തന്നെയാണ് അവർ ഭാഷയുടെ മേലുണ്ടാക്കിയ അടിമത്വം. ആ അടിമത്ത ബോധം പേർന്ന ആളുകളായിരുന്നു ഒരു കാലത്ത് മഹാന്മാര്. അതിനെ നിഷേധിക്കുക നമ്മൾ ചെയ്തത്. അതുകൊണ്ട് മാതൃഭാഷയ്ക്ക് വേണ്ടിയുള്ള നിയമങ്ങളുണ്ടായി. ഇംഗ്ലണ്ടിൽ ഇംഗ്ലീഷ് ഭാഷ തിരിച്ചു പിടിക്കാനുള്ള നിയമമുണ്ടായി. ശാസ്ത്ര പുസ്തകങ്ങൾ ഒരു കാലത്ത് ഇംഗ്ലീഷിൽ എഴുതാൻ ആർക്കും ധൈര്യം ഉണ്ടായിരുന്നില്ല. വളരെ ക്ഷമാപണത്തോട് കൂടിയിട്ടാണ് ഇന്നത്തെ
ശാസ്ത്രലേഖകൻ സയൻസ് എഴുതി തുടങ്ങിയത്. അവർ പറഞ്ഞു, ക്ഷമിക്കണം, യഥാർത്ഥത്തിൽ സയൻസ് എഴുതേണ്ടതിൽ എത്തിയില്ല എന്ന് ഞങ്ങൾക്കറിയാം, പക്ഷെ എങ്കിലും ഞങ്ങൾ എഴുതുന്നു, ക്ഷമിക്കണം എന്ന് പറഞ്ഞുകൊണ്ട് ആദ്യത്തെ, നിങ്ങൾ 16-ാം നൂറ്റാണ്ടിലൊക്കെയുള്ള ഇംഗ്ലീഷ് പുസ്തകങ്ങൾ നോക്കിയാൽ അറിയാം, അതിനുവേണ്ടി അവർ പദങ്ങൾ ഉണ്ടാക്കി, പുതിയ പദങ്ങൾ ഉണ്ടാക്കി. ആ പുതിയ പദങ്ങൾ അംഗീകരിച്ചില്ല. ഫ്രാൻസിൽ നിന്നൊക്കെയുള്ള പദങ്ങൾ, ഫ്രഞ്ച് പദങ്ങളൊക്കെ, ലത്തീൻ പദങ്ങളൊക്കെ ഇംഗ്ലീഷിലാക്കി. അംഗീകരിക്കാതെ അതിനെ വിമർശിച്ച ആളുകൾ അതിനെ ഇങ്ക് ഹോൺ വേർഡ്സ് എന്ന് വിളിച്ചു. അതായത് മഷിക്കുപ്പി വാക്കുകൾ, പണ്ഡിതന്മാർ മാത്രം ഉപയോഗിക്കുന്ന വാക്കുകൾ എന്ന് പരിഹസിച്ച വാക്കുകൾ പിന്നീട് ഇംഗ്ലീഷിന്റെ ഭാഗമായി. എഡ്യൂക്കേഷൻ അങ്ങനെ ഒരു വാക്കാം. എഡ്യൂക്കേഷൻ മറ്റ് ഇംഗ്ലീഷിലുള്ള വാക്കല്ല. അവർ ഈ പറയുന്ന കാര്യങ്ങളൊക്കെ ഇംഗ്ലീഷിലാക്കുന്നതിന്റെ ഭാഗമായി ഉണ്ടാക്കിയ പുതിയ വാക്ക്, അതിനൊരു ജനകീയമായി. ഇങ്ങനെയാണ് ഒരു വാക്കും വന്നത്. അപ്പോൾ വലിയ സംഗതിയാണ്. ഐസക് ന്യൂട്ടൺ, മഹാനാണ് അല്ലേ? ഐസക് ന്യൂട്ടൺ ആദ്യത്തെ അദ്ദേഹത്തിന്റെ മാത്തമാറ്റിക്ക എന്ന് പറയുന്ന, പ്രിൻസിപ്പിയ എന്ന് പറയുന്ന പുസ്തകം അദ്ദേഹം എഴുതിയത് ലത്തീൻ ഭാഷയിലാണ്. അവിടെ നമ്മളെ മലയാള ഐക്യവേദി പോലുള്ള ഇംഗ്ലീഷ് സംഘടനകളുടെ ദേശബോധവും ഭാഷാബോധവും വികസിച്ചപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട അടുത്ത പുസ്തകം വരുമ്പോൾ അദ്ദേഹം ഇംഗ്ലീഷിലാണ്. ലത്തീന് പകരം മാതൃഭാഷയിൽ എഴുതുന്നു. അതുകൊണ്ട് ഷേക്സ്പിയർക്ക് തുല്യമായ പദവിയുണ്ട് ന്യൂട്ടന് ഇംഗ്ലീഷിലെ ശാസ്ത്രഭാഷാ വികാസത്തിൽ. കാരണം ഷേക്സ്പിയർ എങ്ങനെയാണോ നാടകം അല്ലെ കവിതയൊക്കെ എഴുതി ഇംഗ്ലീഷിനെ ഒരു ആധുനിക ഭാഷയാക്കിയത്, അതേപോലെ ഏറ്റവും ആധുനികവും മൗലികവുമായ കണ്ടെത്തലുകൾ ഇംഗ്ലീഷ് ഭാഷയിൽ, തൻ്റെ നാട്ടുഭാഷയിൽ ആദ്യമായി എഴുതിക്കൊണ്ട് അദ്ദേഹം ശാസ്ത്രഭാഷയായിട്ട് ഇംഗ്ലീഷിന് മാറ്റി. എന്നിട്ട് എന്തുണ്ടായിന്നറിയോ? അത് വായിച്ച ആൾക്കാർ പറഞ്ഞു, നിങ്ങളുടെ ലത്തീൻ വായിച്ചിട്ട് മനസ്സിലാവുന്നുണ്ട്, ഇംഗ്ലീഷ് വായിച്ചിട്ട് മനസ്സിലാവുന്നില്ല. ഇപ്പൊ നമ്മൾ മലയാളമാക്കുമ്പോൾ ചില വിമർശനങ്ങളില്ലേ, ഇംഗ്ലീഷ് ആണെങ്കിലും ഭേദമൊന്നും പറയില്ല. അത് പണ്ടുണ്ടായിരുന്നു. അതേ പ്രശ്നം ആദ്യം പിന്നീടാണ് നടന്നാണ് ആ വഴികൾ ശരിയായി എടുത്തത്. അതുകൊണ്ട് ആദ്യത്തെ ആക്രമണം പേടിക്കേണ്ട, ആക്രമണം വരും, പിന്നീട് അത് ശരിയായിക്കോളും. ഇപ്പൊ എന്തായി? ഇംഗ്ലീഷ് ലോകഭാഷയിൽ ഇല്ലേ? ഇസ്രായേലിനെ കൊണ്ട് പറഞ്ഞ പോലെ ഒരു കാലത്ത് അവരായിരുന്നു പീഡിതർ, ഇപ്പൊ അവർ പീഡകരായി മാറി. അതുപോലെ ഇംഗ്ലീഷ് ഒരു കാലത്ത് പീഡിതരായിരുന്നു, ഇപ്പൊ അവർ പീഡകരായി മാറി. ആ പീഡനത്തെ നമ്മൾ അംഗീകരിക്കുന്നു, പക്ഷെ ഇംഗ്ലീഷ് നമ്മൾ അംഗീകരിക്കുന്നു, അതിന്റെ ജ്ഞാനത്തെ അംഗീകരിക്കുന്നു. അതുകൊണ്ട് എന്താണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം? നാരായണഗുരു ഇംഗ്ലീഷ് വിദ്യാഭ്യാസത്തിന്റെ വക്താവായിരുന്നു. എന്താ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നാരായണഗുരു ഉദ്ദേശിച്ചത്? ഇംഗ്ലണ്ടിലൊക്കെയുള്ള ആധുനിക സാമൂഹ്യ ശാസ്ത്രജ്ഞാനങ്ങൾ മലയാളത്തിൽ മനസ്സിലാക്കുന്നതിനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം എന്ന് വിളിച്ചത്. ഇന്ദുലേഖ പാശ്ചാത്യ മൂല്യങ്ങളുള്ള ഒരു കൃതിയാണ്. ഇംഗ്ലീഷ് കൃതിയാണോ? അല്ലേ? ആലോചിച്ചോക്കണം. അതാണ് വ്യത്യാസം. അതായത് യഥാർത്ഥ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം ഉദ്ദേശിച്ചത് ആധുനിക വിദ്യാഭ്യാസം മാതൃഭാഷയിലാണ്. അന്നത്തെ ഇന്ദുലേഖയ്ക്ക് പകരം ഇംഗ്ലീഷിലാണ് ആ കൃതി എഴുതപ്പെട്ടെങ്കിൽ ചന്തുമേനോന്റെ അട്ടത്തിരിക്കുക കൃതി അല്ലേ? ചന്തുമേനോന്റെ അട്ടത്തിരിക്കുക കൃതി അത് കേരളം മുഴുവൻ വ്യാപിക്കുകയും നമ്മുടെ സ്ത്രീ സ്വാതന്ത്ര്യത്തിന്റെയും നമ്മുടെ ആധുനീകരണത്തിന്റെയും നമ്മുടെ ദേശീയ ബോധത്തിന്റെയും ഒക്കെ ഭാഗമായി തീർന്നത് നാട്ടുകാരുടെ ഭാഷയിലായതുകൊണ്ടാണ്. ഇങ്ങനെയാണ് ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. ഇംഗ്ലീഷ് മൂല്യങ്ങൾ ഇപ്പം നമ്മുടെ സ്കൂളുകളിൽ പഠിപ്പിക്കുന്ന ഇംഗ്ലീഷ് മലയാള പാഠപുസ്തകങ്ങൾ ഒരർത്ഥത്തിൽ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം. അവിടെ ഇംഗ്ലീഷ് ഉദ്ദേശിച്ചത് ഇംഗ്ലീഷ് ഭാഷ എന്നല്ല, പാശ്ചാത്യവും ആധുനികവുമായ വിജ്ഞാനങ്ങൾ മുഴുവൻ മലയാളത്തിൽ വരുവാണ്, അല്ലാതെ പഴയ ഗുരുകുലത്തിലേക്ക് തിരിച്ചു പോക്കല്ല. അതുകൊണ്ട് അടിസ്ഥാനപരമായ നമ്മൾ പറയുക ജനകീയമായ ആധുനീകരണം 2 തരത്തിലുണ്ട്. മേൽത്തട്ടിലുള്ള ആളുകളുടെ മാത്രം ആധുനീകരണം, അത് ഇംഗ്ലീഷുമാണ്. ഏറ്റവും അടിസ്ഥാനമായി EMS ഒക്കെ പറയും അണ്ടനും അടകോടണം എന്നാണ് പരിഹസിച്ച് അദ്ദേഹം പറയും. അതുവരെ ആളുകൾ തള്ളിക്കളഞ്ഞ ആണല്ലോ അണ്ടനും അടകോടണം. ഈ അണ്ടനും അടകോടനും ഉൾപ്പെടെ കയറി വരണം, എങ്കിലും സമൂഹം മുന്നോട്ട് പോകും. അങ്ങനെ വരണമെന്നുണ്ടെങ്കിൽ മാതൃഭാഷയിലാകണം. ഇപ്പൊ മലയാള സർവകലാശാല എല്ലാ വിഷയവും മലയാളത്തിൽ പഠിക്കാം. ഇവിടെ നിങ്ങൾ എത്ര പേര് അറിയുമെന്നറിയില്ല, MSc വരെ മലയാള മാധ്യമത്തിൽ അവിടെ പഠിപ്പിക്കുന്നത്. അതുകൊണ്ട് എന്തുണ്ടായി? ഇംഗ്ലീഷിന്റെ കടമ്പയിൽ തട്ടി വീണ കുട്ടികളൊക്കെ ഇപ്പൊ അവിടെ കയറി ചെല്ലുന്നുണ്ട്. ഇംഗ്ലീഷിന്റെ കടമ്പയിൽ തട്ടി വീഴുന്ന ആരാ നമുക്കറിയാതെ, സമൂഹത്തിൽ ഏത് വിഭാഗത്തിൽപ്പെട്ട കുട്ടികളാണെന്നറിയാതെ. അങ്ങനെയുള്ള കുട്ടികൾക്ക് ഇപ്പൊ PhD തലം വരെ സോഷ്യൽ സയൻസും ഒക്കെ ഇപ്പൊ അവിടെ പരിസ്ഥിതി സയൻസ് MSc അവിടെ മലയാള മാധ്യമത്തിലാണ്. എല്ലാവരും എല്ലാ യൂണിവേഴ്സിറ്റി ഒറ്റയടിക്കുന്നതാക്കുന്ന അഭിപ്രായം നമുക്കില്ല. ഇംഗ്ലീഷ് പഠിക്കുന്നവർ പഠിച്ചുകൊള്ളട്ടെ, പക്ഷെ അതിനോട് എന്തെങ്കിലും തരത്തിലുള്ള തടസ്സമുള്ള ആളുകൾക്ക് മലയാളത്തിൽ പഠിക്കാനുള്ള വഴിയാണ്. എത്ര നമ്മൾ പറയുന്നു ദ്വിഭാഷാ നയമാണ് നമ്മളത് സ്വീകരിച്ചത്, അല്ലാതെ ഭാഷാ മൗലികവാദമോ അടിച്ചേൽപ്പിക്കലോ ഒന്നുമില്ല. പക്ഷെ ഈ വഴിയാണ്. ഇപ്പോ എന്തിനാ നമ്മൾ PSC സമരം നടത്തിയത്? പണ്ട് അയിത്തക്കാരുടെ ബോർഡ് ഉണ്ടായിരുന്നില്ല, അയിത്ത ജാതിക്കാർക്ക് ഈ വഴി പ്രവേശമില്ല എന്ന പോലത്തെ ഒരു ബോർഡ് 2019 ആഗസ്റ്റ് വരെ PSCയുടെ മുമ്പിൽ ഉണ്ടായിരുന്നു. ഇംഗ്ലീഷ് അറിയാത്തവർക്ക് ഇവിടെ പ്രവേശമില്ല എന്നാ ബോർഡൊന്നുമില്ല. പക്ഷെ അടിസ്ഥാനത സെക്രട്ടേറിയറ്റില് നിങ്ങൾ വെറുതെ ഒരു കണക്കെടുത്താൽ മതി. സെക്രട്ടേറിയറ്റിൽ ഒരു കാലം വരെയുള്ള ഉദ്യോഗസ്ഥര് അവരുടെ MA ഡിഗ്രി അല്ലെങ്കിൽ ബിരുദ ഡിഗ്രി അത് നോക്കിക്കോളൂ, എല്ലാം ഇംഗ്ലീഷായിരുന്നു.
കാരണം എന്താ, ഇംഗ്ലീഷ് അറിയാത്തവൻ ഇങ്ങോട്ട് വരേണ്ടതിന് മലയാളം. പല എൻട്രൻസ് പരീക്ഷകളിലും 20, 25, 30% ഇംഗ്ലീഷ് ഭാഷയാണ്. ചോദ്യം മൊത്തം ഇംഗ്ലീഷ്, അതിന് പുറമെ ഇംഗ്ലീഷിന്റെ പരിജ്ഞാനം പരിശോധിച്ചിരുന്നു. അത് അട്ടിമറിച്ചു നമ്മൾ. അതുകൊണ്ട് ഞാൻ പറയാ, 1970-കളിലെ ഭൂപരിഷ്കരണത്തിന് ശേഷം അടിസ്ഥാന ജനവിഭാഗങ്ങളെ മുന്നോട്ട് നയിച്ച ഏറ്റവും വലിയ സമരം നടത്തിയ നമ്മൾ. കാരണം കേരളത്തിലെ ഏത് ഉദ്യോഗത്തിലും, ഇപ്പൊ നേരത്തെ പറഞ്ഞ പോലെ KS ഉൾപ്പെടെ ഏത് ഉദ്യോഗസ്ഥത്തിലും അടിസ്ഥാന ജനവിഭാഗം കയറിച്ചെല്ലാം എന്നുള്ള സംഗതി, അത് പണ്ട് സഹോദരയ്യപ്പൻ പറഞ്ഞ കാര്യം, നിവർത്തന പ്രക്ഷോഭകാലത്ത് സഹോദരയ്യപ്പൻ പറഞ്ഞ കാര്യം എത്രയോ ദശകങ്ങൾക്ക് ശേഷം നമ്മളെ ഏറ്റെടുത്തത്. അദ്ദേഹം പറഞ്ഞു ഭരണഭാഷ മലയാളമാകണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ അദ്ദേഹം എന്ന് പറയുന്നുണ്ട്. അദ്ദേഹം പറയുന്നുണ്ട്, ഉദ്യോഗസ്ഥരെ നിങ്ങൾ നോക്കി നോക്കൂ, ഇംഗ്ലീഷിൽ എഴുതുന്നവരും മലയാളത്തിൽ എഴുതുന്നവരും തമ്മിലുള്ള വ്യത്യാസം. ഒറ്റയടിക്ക് ഇംഗ്ലീഷിൽ എഴുതുന്നവർക്കാണ് വിവരമെന്ന് തോന്നുകയും കാമ്പിലേക്ക് കടന്നാൽ മലയാളത്തിൽ എഴുതുന്നവർക്കാണ് വിവരം എന്ന് മനസ്സിലാവുന്ന സഹോദരൻ പറയുന്നുണ്ട് അവിടെ. അതാണ് നമ്മൾ ഏറ്റെടുത്തത്. അതുകൊണ്ട് സംഘടന ചെറുതാണെങ്കിൽ ഉണ്ടാക്കിയ ഫലം ചെറുതൊന്നുമല്ല. നമ്മൾ നേരത്തെ പറഞ്ഞ മഹാന്മാരായ ഭാഷാ പണ്ഡിതരും ഭാഷാ ചിന്തകരും നേതാക്കന്മാരും ഒക്കെ ഉണ്ടായിരുന്നു. CH മേനോൻ നല്ല ഭാഷാ അഭിമാനിയായിരുന്ന ആളാ. AK ആന്റണി വലിയ ഭാഷാഭിമാനിയായ, EMS ഭാഷാഭിമാനി എന്ന് മാത്രമല്ല അനേകം പുസ്തകങ്ങൾ അതിനു വേണ്ടി എഴുതിയ ആളാണ്. പക്ഷെ അവരുടെ കാലത്ത് പോലും നടക്കാത്തൊരു കാര്യം നമുക്ക് നടത്താൻ കഴിഞ്ഞു. എങ്ങനെ നടത്താൻ കഴിഞ്ഞു? ഭാഷയുടെ പേരിൽ തന്നെ നമുക്ക് ജാതി മത രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ ഒന്നിച്ചു നിൽക്കണം. ഇതാണ് ആ ഐക്യം എപ്പം നഷ്ടപ്പെടുന്നത് നഷ്ടപ്പെട്ടു. ബാക്കി ഇതിപ്പം ഐക്യവേദിയിലുള്ള ആളുകൾ രാഷ്ട്രീയ പല കക്ഷികളാണ്. ഇവിടെ ഒന്നിച്ചിരിക്കുന്ന ആളുകൾ തെരഞ്ഞെടുപ്പ് പോയപ്പോൾ 2, 3, 4 ഒക്കെയാവും. അതുപോലെ കാര്യം. പക്ഷേ ഭാഷാ സമരത്തിന് മുമ്പിൽ നമ്മൾ ഒന്നാണ്. ഈ ഒരു ഐക്യബോധം കൊണ്ടാണ് നമുക്ക് ഇത്രയും നേടിയെടുക്കാൻ കഴിഞ്ഞത്. 2009 നമ്മുടെ അടുത്ത് നയത. അതുകൊണ്ട് എന്തുണ്ടായി എന്ന് വെച്ചാല്, പണ്ട് ഗവൺമെന്റിന് ഒരു നയം ഉണ്ടാക്കണമെങ്കിൽ സുഗതകുമാരിയെയോ ONVയെയോ അല്ലെ MDയോ വിളിച്ചു ചോദിച്ചാൽ മതി. ഇപ്പോഴും അങ്ങനെ സാധിക്കില്ല. ഐക്യമലയാള പ്രസ്ഥാനം, ഐക്യവേദി എന്ന് പറയുന്ന സംഘടനയുടെ പിന്തുണയില്ലാതെ ഒരു കാര്യവും ചെയ്യാൻ കഴിയാത്തടത്തേക്ക് നമ്മൾ എത്തിച്ചിട്ടുണ്ട്. അതുകൊണ്ട് കേരളത്തിലെ സാംസ്കാരിക നായകർ അവസാനിക്കുകയും സാംസ്കാരിക സംഘടന എന്നുള്ള നിലക്ക് ഇതിനെല്ലാം ഉൾക്കൊള്ളുന്ന ഒന്നായിട്ട് മലയാള ഐക്യവേദി വെച്ചിരുന്നു. ഇതിലെല്ലാം ഉണ്ട്. നമ്മുടെ സമരകാലത്ത് ശാസ്ത്രാഹിത്യ പരിഷത്ത് ഒപ്പം വന്നു, പുകാസം ഒപ്പം വന്നു, യുവകലാസാഹിത്യം ഒപ്പം വന്നു. രാഷ്ട്രീയ വ്യത്യാസം എല്ലാവരും ചേർന്ന സമരം നടത്തിയത്. അതുകൊണ്ടൊരു വിഭാഗീയതയില്ല. ഈ കാര്യത്തിൽ നമ്മൾ ഐക്യപ്പെട്ടതുകൊണ്ടാണ് ഒന്നും പറയാനില്ല. ആ സമരത്തിനെതിരെ ഒന്നും പറയാനുണ്ടായില്ല എല്ലാവർക്കും. കാരണം അതൊരു മൗലികമായ കാര്യമല്ലേ. ആ സമരത്തെ ഓർമ്മിക്കണം. ആഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 16 വരെ ആ സമരം നടത്തുമ്പോൾ ഈ മലയാളത്തിന്റെ ആളുകൾ 2-ാം ദിവസം ഇറങ്ങിപ്പോന്ന് വിചാരിച്ചവര് PSCക്കാര് ആദ്യം ഞങ്ങളെ പഠിപ്പിക്കാൻ നോക്കി. ഇത് സെമി ജുഡീഷ്യൽ സ്ഥാപനമാണ്, ഇവിടെ സമരം ചെയ്താൽ വലിയ നിയമങ്ങളാണ്, നടന്നോട്ടെ എന്ന് പറഞ്ഞു. ഞങ്ങളൊന്ന് സർക്കാർ സർവീസിലുണ്ട് കേട്ടോ ഒന്നും. എന്നാലും അതിന് പുല്ലുവില കൽപ്പിച്ചിട്ടാണ് നമ്മൾ ആ സമരം നടത്തിയത്. 6-ാം ദിവസം നമ്മളോട് പറഞ്ഞു, നിങ്ങളുടെ സമരം വിജയിച്ചിരിക്കുന്നു, നിങ്ങൾ +2 വരെ മലയാളത്തിൽ എഴുതാം, +2 വരെ യോഗ്യതയായ പരീക്ഷകളൊക്കെ മലയാളത്തിൽ എഴുതാം, എഴുതിയിട്ട് പോയിക്കൊള്ളാൻ പറഞ്ഞു. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾ അതിന് വന്നല്ല, ബിരുദം വരെ യോഗ്യതയായ പരീക്ഷകൾ മലയാളത്തിൽ എഴുതാൻ വേണ്ടിയാണ്. 19 ദിവസം നമ്മൾ സമരം ചെയ്തു. തിരുവോണ ദിവസം കേരളം മുഴുവൻ സമരം ചെയ്തു. അറിയാം, തിരുവോണ ദിവസം MD ഉൾപ്പെടെ പട്ടിണി കിടന്നു, സുഗതകുമാരി ഉൾപ്പെടെ പട്ടിണി കിടന്നു. അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ അത് നേടിയെടുത്തത്. അതുകൊണ്ട് സംഘടന എന്ന് പറയുന്നത് എത്ര മഹാന്മാരായ ആളുകളെക്കാളും വലുതാണ് സംഘടന എന്ന് തെളിയിച്ച കാര്യം. MDക്ക് ഒറ്റക്ക് നടന്നിട്ടില്ലല്ലോ, സുഗതകുമാരിക്ക് ഒറ്റക്ക് നടന്നിട്ടില്ലല്ലോ, ONVക്ക് ഒറ്റക്ക് നടന്നിട്ടില്ലല്ലോ. ONV പറഞ്ഞു, ONV നാട്ടുകാരനാണല്ലോ, കൊല്ലക്കാരനാണല്ലോ. ONV പറഞ്ഞു, 1-ാം ഭാഷ ഉത്തരവ് കഴിഞ്ഞ് 2015 ഇപ്പോഴും രാഷ്ട്രപതിയുടെ മുമ്പിലൊരു നിയമം കിടക്കുന്നുണ്ട് പാസ്സാവാതെ. അത് നിയമസഭ പാസ്സാക്കിയ നിയമത്തിൽ ഒരാപ്പ് ഇട്ട് കൊടുത്തു രാഷ്ട്രപതിക്ക് അയക്കാൻ വേണ്ടി. അന്നേരമാണ് ONV പറഞ്ഞത്, സെക്രട്ടേറിയറ്റിൽ നടക്കുന്നത് കള്ളച്ചുരിക തീർക്കുന്ന കൊല്ലപ്പണിയാണെന്ന് അദ്ദേഹം എന്നാ പറഞ്ഞത്. കൃത്യമാണ്. അതായത് ഭാഷയ്ക്ക് വേണ്ടി എന്ത് ഉത്തരവുണ്ടാക്കിയാലും ഒരാപ്പ് അതിൻ്റെ അകത്ത് ഇടും. നമ്മൾ ഇരുമ്പാണിയാന്ന് വിചാരിക്കുന്ന മുളയാണി ഇട്ടിട്ടാണ് അവരുണ്ടാക്കുന്നത്. കൊല്ലപ്പണി അല്ലേ, ചതിയൻ ചന്തു ഇവിടെ പണിയാണ് അവർ ചെയ്തത് എന്ന് അദ്ദേഹം പറഞ്ഞു. 2015 ബില്ല് അവിടെ കിടക്കുന്നു. 2017 നമ്മൾ നോക്കൂ, കേരള നിയമസഭയുടെ 60-ാം വാർഷികത്തിൽ ഒറ്റ ദിവസം ഈ ബില്ല് പാസ്സാക്കാൻ വേണ്ടി മാത്രം ഉണ്ടാക്കി. അതിൽ കോൺഗ്രസ് കമ്മ്യൂണിസ്റ്റ് വ്യത്യാസമൊന്നുമില്ല, എല്ലാവരും ചേർന്നാ പാസ്സാക്കിയത്. പാസ്സാക്കിയിട്ട് എന്തുണ്ടായി? പാസ്സാക്കിയിട്ട് നല്ല കാര്യം, നമ്മൾ അതിനെ പിന്തുണക്കുന്നു, നമ്മൾ തന്നെയാണ് അതിന് പിന്നിൽ ഉണ്ടാക്കിയത്. നിയമസഭയിൽ എന്താണ് പ്രസംഗിക്കേണ്ടതെന്ന് 2 പക്ഷത്തെ പഠിപ്പിച്ചത് നമ്മളാണ്. അന്ന് തലേ ദിവസം അതിന്റെ തലേ ദിവസമൊക്കെ ഇരുന്നിട്ട് MLA ഹോസ്റ്റലിൽ ഞങ്ങളൊക്കെ ഇരുന്ന് ആണ് ഈ പറയുന്ന നിയമസഭാ അംഗങ്ങൾ മുഴുവൻ കാര്യങ്ങൾ പഠിപ്പിച്ചത്. അതുകൊണ്ട് ആർക്കും എതിർപ്പുണ്ടായില്ല. പക്ഷേ സ്കൂൾ തലം വരെ CBSE ICSE വരെ മലയാളം വേണം എന്ന് പറഞ്ഞ നിയമം നടക്കുന്നുണ്ടോ? അതാ ചോദ്യം. അവിടെയാണ് കള്ളച്ചുരികയുടെ വിഷയം. അവിടെയാണ് സംഘടനയുടെ ആവശ്യം വരുന്നത്.
ഞാനൊരു ഉദാഹരണം പറയാം. മിച്ചഭൂമി നിയമം പാസ്സായതുകൊണ്ട് മാത്രം കാര്യം ഉണ്ടായില്ലല്ലോ, അതിനുവേണ്ടി സമരം വേണ്ടി വന്നില്ല. പല നിയമങ്ങളും അങ്ങനെയാ. ഇപ്പൊ സ്ത്രീകൾക്ക് വേണ്ടി ഒരുപാട് നിയമങ്ങൾ ഉണ്ടായി, ഒരു നിയമവും നടന്നില്ല. നിർഭയ കേസ് വന്നിട്ട് അതിനെതിരെ ഡൽഹിയിൽ വലിയ പ്രക്ഷോഭം ഉണ്ടായപ്പോഴാണ് ആ നിയമങ്ങൾ ഓരോന്നും പുറത്തേക്ക് വന്നത്. എല്ലാ നിയമങ്ങളും അങ്ങനെയാണ്. അതുകൊണ്ട് 2017 നിയമം കേരളം മുഴുവൻ നടപ്പിലാകണമെന്നുണ്ടെങ്കിൽ മലയാള ഐക്യവേദിയുടെ ഐക്യ മലയാള പ്രസ്ഥാനത്തിന്റെ ഇടപെടൽ ഉണ്ടാകണം. അതിന്റെ ഘടകങ്ങൾ കേരളം മുഴുവൻ പോകണം. ഇതാ കണ്ടീഷൻ. ചോദിക്കാൻ കഴിയണം. ഓരോ ആഫീസിലും കയറിയിട്ടും ഓരോ സ്കൂളിലും കയറിയിട്ട് ഈ നിയമം നടന്നോ ഇല്ലയോ എന്ന് ചോദിക്കാൻ കഴിയും. അത്തരത്തിലാണ് ബഹുജന സമരം ആവശ്യം വരുന്നത്. അല്ലാതെ നിയമം കൊണ്ട് മാത്രം കാര്യമില്ല. ഒരു നിയമം അങ്ങനെ നടന്നിട്ടില്ല. നിയമസഭ പാസ്സാക്കും, അത് അതിന്റെ വഴിക്ക് പോകും. മാത്രമല്ല അവിടെ ഇരിക്കുന്ന ആരാ നമുക്കറിയാം. നിയമസഭ അംഗങ്ങളെ കുറിച്ചല്ല ഞാൻ പറയുന്നത് സെക്രട്ടേറിയറ്റിൽ ഇരിക്കുന്ന ആളുകൾ ചില്ലറക്കാരൊന്നുമല്ല. ഇതിനെങ്ങനെ വെട്ടാം എന്നുള്ളതിനെ കുറിച്ച് നല്ല ധാരണ ഉള്ളതാണ്. ഞങ്ങളെന്ന് ചോദിച്ചൊരു ചോദ്യമുണ്ട്. ഈ ഇവിടുത്തെ കളക്ടർമാരെ IPS കാരെയും ICS കാരെയും ഒക്കെ തിരഞ്ഞെടുക്കാൻ ഇംഗ്ലീഷ് മാത്രമാണ് മാതൃഭാഷ, അല്ലേ? മാധ്യമം, പരീക്ഷാ മാധ്യമമെങ്കിൽ ഇവരെ നയിക്കുന്ന ആളുകളുണ്ടല്ലോ, മന്ത്രിമാര്, അല്ലേ? മന്ത്രിമാരെ നയിക്കുന്ന രാഷ്ട്രീയ പ്രസ്ഥാനം ഉണ്ടല്ലോ, CPIM കോൺഗ്രസും ഒക്കെ. അങ്ങനെയാണെങ്കിൽ KPCC അംഗമാവാനും CPIM സംസ്ഥാന കമ്മിറ്റി അംഗമാവാനും ഇംഗ്ലീഷ് ഒരു പരീക്ഷ നടത്തി എത്ര പേരുണ്ടാവും ഇപ്പാട്? കാരണം ഇവരാണല്ലോ ഭരിക്കുന്നത്. മേലെ ഇരിക്കുന്ന ഈ IAS കാരെയും IPS കാരെയും ഭരിക്കുന്ന ഇവരാണല്ലോ. അങ്ങനെയാണെങ്കിൽ ഇവർക്ക് മലയാളത്തിന്റെ ഇംഗ്ലീഷ് പരീക്ഷയിൽ കൂടെ ഇംഗ്ലീഷ് അറിയാത്തല്ലോ. ഇംഗ്ലീഷ് അറിയാവർക്ക്, രണ്ടാം ഭാഷയായിട്ട് ഇംഗ്ലീഷ് പഠിച്ച് ഡിഗ്രി വരെ എത്തിയ ആളുകളാണ്. എന്നിട്ടും സർവവും കടിച്ചാപ്പെടാത്ത ഇംഗ്ലീഷിൽ കൊടുത്തിട്ട് അവരെ തോൽപ്പിക്കുന്നുണ്ടെങ്കിൽ ഇതേ പരീക്ഷ നിങ്ങൾ KPCC മെമ്പർ ആവാനും CPIM സംസ്ഥാന കമ്മിറ്റി മെമ്പർ ആവാനും ഈ പരീക്ഷ ഏർപ്പാടാക്കും. അവിടെ നിന്ന് പ്രസംഗിച്ച എത്ര പേരുണ്ടാവും? ഇപ്പോഴത്തെ മന്ത്രിസഭയിൽ എത്ര പേരുണ്ടാവും? ഇപ്പോഴത്തെ പ്രതിപക്ഷ നേതാക്കന്മാരിൽ എത്ര പേരുണ്ടാവും? അപ്പോ അവിടെ ജനകീയ രാഷ്ട്രീയം അംഗീകരിക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഉദ്യോഗസ്ഥർ, അങ്ങനെയാണല്ലോ ഉദ്യോഗസ്ഥൻ. സ്വാതന്ത്ര്യം കിട്ടിയതിന് ശേഷം നേതാക്കന്മാര് മാത്രം ഭാഷ പഠിക്കുന്നല്ല, ഉദ്യോഗസ്ഥ വൃന്ദവും കൂടി ഭാഷ പഠിക്കുന്ന. അതുകൊണ്ടാണ് 1948 വിദ്യാഭ്യാസ കമ്മീഷൻ, ആദ്യത്തെ ഡോക്ടർ രാധാകൃഷ്ണന്റെ കമ്മീഷൻ, ഇന്ത്യയിലെ സർവകലാശാല വിദ്യാഭ്യാസം മാതൃഭാഷയിലാക്കണമെന്ന് പറഞ്ഞത്. 1964-66 കോത്താരി കമ്മീഷൻ. കാരണം ഇന്ത്യ മുഴുവൻ, അദ്ദേഹം പറയുന്നുണ്ട്, രാധാകൃഷ്ണൻ ചെറിയ ആളല്ല, ഓക്സ്ഫോർഡിൽ പഠിപ്പിച്ച ആളാ. അദ്ദേഹം പറയുന്നുണ്ട്, ഏതെങ്കിലും ഒരാളെയും ഒരു പറ്റം ആളുകളെയും സൃഷ്ടിക്കലല്ല, ഒരു പുതിയ നാഗരികത സൃഷ്ടിക്കല. ബ്രിട്ടീഷുകാർ അതുവരെ ഭരിച്ച അടിമത്ത വ്യവസ്ഥ മാറ്റിയിട്ട് ഇന്ത്യ സ്വയം മുന്നോട്ട് പോകുന്ന ഒരു പുതിയ നാഗരികതയാണ്. അതിന് മുമ്പ് അങ്ങനെ ഒരു ചരിത്രമില്ല. അവിടത്തേക്ക് പോകണമെങ്കിൽ അവസാനത്തെ ആളും കൂടി വേണം. ഇപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമെന്ന് എനിക്ക് തോന്നുന്നു, രാജ്യസഭയിൽ ആദ്യമായിട്ട് ഇന്ത്യൻ പാർലമെന്റിലെ മലയാളത്തിൽ പ്രസംഗിച്ച ആളാരാന്ന് അറിയാമോ? ഇമ്പിച്ച് ബാവ കൂസലില്ലാത്ത മനുഷ്യൻ. ഇമ്പിച്ച് ബാവ എന്ന നാട്ടുകാരൻ, കൂസലില്ലാത്ത മനുഷ്യൻ. അദ്ദേഹം മലയാളത്തിലാണ് പ്രസംഗിച്ചു. എല്ലാവരും എതിർത്തു. രാജ്യസഭാ അധ്യക്ഷൻ രാധാകൃഷ്ണനായിരുന്നു, അംഗീകരിച്ചു. പക്ഷെ ഒരു കാര്യമുണ്ട്, പിന്നീട് രാധാകൃഷ്ണൻ അപകടം വെച്ചു. കാരണം ചൈനയിലേക്കൊരു പ്രതിനിധി സംഘം പോകണം, ഇനിയിപ്പം പോകുന്ന പോലെ. ആ ലിസ്റ്റില് ഇമ്പിച്ച് ബാബ ഉണ്ടായി ആദ്യം. അവസാനത്തെ ലിസ്റ്റിൽ നോക്കുമ്പോൾ ഇമ്പിച്ച് ബാബ ഇല്ല. അപ്പൊ അന്ന് അവസാനത്തെ ലിസ്റ്റിൽ ഇമ്പിച്ച് ബാബ ഇല്ലാത്തതിന്റെ കാരണം അദ്ദേഹത്തിന് ഇംഗ്ലീഷ് അറിയില്ല എന്നാണ് പുറത്താക്കി ആ ലിസ്റ്റിൽ നിന്ന്. അന്ന് ചെറുകാട് ഒരു കവിത എഴുതി, ഒന്നുണ്ട് കേൾക്കണം രാധാകൃഷ്ണനാണ് പാർലമെന്റ് കുറച്ച് മലയാളം പഠിക്കുന്നു. കാരണം ഈ രാധാകൃഷ്ണൻ ബഹുമാന്യനാണ്. അദ്ദേഹം ഓക്സ്ഫോർഡിൽ പഠിക്കുമ്പോൾ തിരുവായ തെരുവുകൾ മുഴുവൻ ഇറങ്ങി ജനങ്ങളെ സംഘടിപ്പിച്ച് സമരം ചെയ്ത് ഇന്ത്യ ഉണ്ടാക്കിയ ആളുകളുടെ ഒരാളുടെ പേരാ ഇമ്പിച്ച് ബാവ. അയാളുടെ ഭാഷ അംഗീകരിക്കുന്നില്ലെങ്കിൽ ഒരു രാജ്യസഭയിലും ഒരു ലോകസഭയിലും അതിന്റെ അർത്ഥം ഇപ്പൊ ആയല്ലോ. ഇപ്പൊ രാജ്യസഭയിലും ലോകസഭയിലും മലയാളത്തിൽ ആളുകൾ സംസാരിക്കുന്നുണ്ട്. മാത്രമല്ല ഇപ്പോഴത്തെ നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം, പുതിയ AI കാലഘട്ടത്തിൽ നിങ്ങൾക്ക് ഏത് ഭാഷ സംസാരിച്ചാലും അവരവരുടെ മാതൃഭാഷയിൽ കിട്ടും അവർക്ക്. അതുകൊണ്ട് ആധുനികത മുന്നോട്ട് പോകും തോറും മാതൃഭാഷ അംഗീകരിക്കപ്പെടുകയും ചെയ്യുന്നു. ഏകഭാഷാ ലോകം അവസാനിച്ചിരിക്കുന്നു. ഈ വിവരം എല്ലാ വീട്ടിലും കയറി പറയണം. കാരണം നിങ്ങളുടെ ഒരു ഭാഷ, എത്രയും ഭാഷ പഠിക്കാതെ വേറെ കാര്യം, പക്ഷെ എനിക്കിപ്പോൾ ഒരു ചൈനക്കാരനായി സംസാരിക്കണം എന്നിരിക്കട്ടെ, എനിക്കെന്റെ മലയാളത്തിൽ സംസാരിച്ച് അയാൾക്കത് ചൈനീസിൽ കിട്ടുകയും അയാൾ ചൈനീസിൽ പറയുന്നത് എനിക്ക് മലയാളത്തിൽ കിട്ടുകയും ചെയ്യും. ഇംഗ്ലീഷിന്റെ ഇടനില പോലും ആവശ്യമില്ല. ഇന്റർനെറ്റ് അങ്ങനത്തെ ഒരു ലോകം ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പോ അത് ഇല്ലാത്ത കാലത്താണ് ഈ സംഗതി ചെയ്തത്. പലപ്പോഴും സമരങ്ങൾ നയിച്ചത് ഈ വലിയ അന്തസ്സുള്ള ഇംഗ്ലീഷ് അറിഞ്ഞ ആളുകളല്ല. കേരളത്തിൽ ഇന്ന് ആലോചിച്ച് നോക്കുമ്പോൾ ഭയങ്കരമായ അസംബന്ധമായി തോന്നുന്നൊരു കാര്യം ഞാൻ പറയാം.
1957 ആദ്യത്തെ തെരഞ്ഞെടുപ്പ് വന്നു, അറിയാം, നിയമസഭ വന്നു. 20 കൊല്ലക്കാലം ഈ നിയമസഭയിൽ അവതരിപ്പിച്ച എല്ലാ ബില്ലുകളും ഇംഗ്ലീഷിലായിരുന്നു എന്ന് പറഞ്ഞാൽ ഇന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റും. എങ്ങനെയായിരിക്കും നമ്മുടെ ഈ സാധാരണ ആളുകൾ MLA ആയിട്ട് അവിടെ പോയിട്ട് മനസ്സിലാക്കിയിട്ടുണ്ടായിരിക്കുക? ഇതിന് അറുതി വരുത്തിയാരാണ്? ഈ അറുതി വരുത്തിയത് വലിയ ഡിഗ്രി എന്നുള്ള പഴയ നേതാക്കന്മാരല്ല, ഒരു ഡിഗ്രി ഇല്ലാത്ത 8ാം ക്ലാസ്സുകാരനായ കാന്തലോട്ട് കുഞ്ഞമ്പുവാണ്. അദ്ദേഹം പറഞ്ഞു എനിക്ക് മലയാളം അറിയുള്ളൂ, ബില്ല് മലയാളത്തിൽ ഉണ്ടാക്കാൻ പറഞ്ഞു. കാരണം അദ്ദേഹം സേലം ജയിലിൽ നിന്ന് വെടി കൊണ്ടിട്ട് ആളിന്റെ മോള് വെടിയുള്ള ആളാണ്. അദ്ദേഹത്തിന് ഈ സെക്രട്ടറിയിലെ ഉദ്യോഗസ്ഥരെ പുല്ലാണ്. അതുകൊണ്ട് അദ്ദേഹം പറഞ്ഞു നിങ്ങൾ മലയാളത്തിൽ എഴുതാൻ പറഞ്ഞു ബില്ല്. മലയാളത്തിൽ ബില്ല് എഴുതി. 1978 വനം മന്ത്രിയായ കാന്തലോട്ട് കുഞ്ഞമ്പു ആദ്യത്തെ ബില്ല് ചരിത്രം. എന്നിട്ടും നമ്മുടെ ആളിന് വിട്ടില്ല. എന്നിട്ട് ഇംഗ്ലീഷിൽ തന്നെ ബില്ലുകൾ വന്നുകൊണ്ടിരുന്നു. ലോനപ്പൻ നമ്പാടൻ 1983 ഇംഗ്ലീഷ് അവതരിപ്പിച്ച ഒരു ബില്ല് നിയമസഭയിൽ കത്തിച്ചു. ഇതൊക്കെ എഴുതപ്പെട്ട ചരിത്രം. നമ്മൾ ഈ രാജരാജവർമ്മന്നും ഉള്ളൂരിന്നും വള്ളത്തോടും മാത്രം പറഞ്ഞാൽ പോലെ ഇവരൊക്കെ പ്രധാനപ്പെട്ട ആൾക്കാരാണ്. ഇങ്ങനെയുള്ള സമരങ്ങളിലൂടെയാണ് ഇത് മുന്നോട്ട് പോയത്. ഞങ്ങൾ കഴിഞ്ഞ സമ്മേളനം, മലയാള ഐക്യവേദി സമ്മേളനം ഉദ്ഘാടനം ചെയ്ത നെടുവേലിയിൽ, കോഴിക്കോട്ട് കാരപ്പുറത്തിൽ, അദ്ദേഹം ഭരണപക്ഷം മലയാളാക്കണം എന്ന് പറഞ്ഞ് നിയമസഭയിലെ ഗാലറിയിൽ നിന്ന് മുദ്രാവാക്യം വിളിച്ചതിന് 7 ദിവസം 10 ദിവസം ജയിലിൽ കിടന്ന ആളാണ്. സസ്പെൻഷൻ കിട്ടിയത് ലോനപ്പൻ സസ്പെൻഷൻ കിട്ടി. പക്ഷെ ആ നെടുവേലി ജയിലിൽ നിന്ന് വന്നപ്പം സ്വീകരിക്കാൻ സാംസ്കാരിക ന്യായന്മാരും മുഴുവനുണ്ട്. അഴീക്കോട് മാഷിന്റെ സാനി മാഷിന്റെ സഭരും. അപ്പൊ ഞാൻ പറഞ്ഞത്, അതുകൊണ്ട് നമ്മൾ ഈ ഏറ്റവും ഉപരിവർഗത്തിൽ നിന്ന് നമുക്ക് അനുകൂലമായ നിലപാട് ഇപ്പൊ പ്രതീക്ഷിക്കണ്ട. അതിലെത്തും. സ്വാതന്ത്ര്യ സമരമുള്ള കാലത്ത് എത്ര പേര് സമരത്തിലുണ്ടായിരുന്നു? ഗ്രാമങ്ങളിലെടുത്തു ചുരുങ്ങിയ ആളുകളായിരുന്നു. ഇതൊക്കെ ആയതിനു ശേഷമാണ് ഇതിന്റെ വക്താക്കളായിട്ട് വരുന്നത്. എന്നതുപോലെ ഭാഷ നാളെ മാറി വരുമ്പോൾ അതിന്റെ വക്താക്കളാവും. അതുകൊണ്ട് ഇപ്പോ നമുക്ക് അസാധ്യതയിലേക്കാണ് നടന്നു കയറേണ്ടത്. ഇപ്പൊ അസാധ്യമല്ല ആണെന്ന് കരുതുന്നതിലേക്കാണ് നടന്നു കയറേണ്ടത്. അതിനാണ് നമ്മുടെ സംഘടന എന്ന് പറയുന്ന സാധനം. അതാണ് സമരം. സമരത്തിലൂടെ ഒന്നും മാറിയിട്ടുള്ളൂ. സമരത്തിലൂടെ അല്ലാത്ത മാറുന്നത് ലാഭത്തിന്റെ മാറ്റങ്ങളാണ്. ഇനി മുതലാളിത്തത്തിന്റെ മാറ്റം എന്താ പറയുക? ജനങ്ങൾക്ക് വേണ്ടിയുള്ള മാറ്റം എപ്പോഴും സമരത്തിലൂടെയാണ്. ആ സമരത്തിന്റെ സംഘടനയാണ് മലയാള ഐക്യവേദിയും. മലയാള ഐക്യവേദി നേരത്തെ പറഞ്ഞ മലയാള സമിതി, തിരുവനന്തപുരത്തുള്ള കുറച്ച് പേരുള്ള സംഘടന, നേരത്തെ VR കൃഷ്ണയ്യരും MK സാനുവും ജോർജ് ഇരുമ്പയൊക്കെ ഉണ്ടായിരുന്ന മലയാള സംരക്ഷണ വേദി, ഇതൊക്കെ ചേർത്ത് നമ്മൾ 2010 ഐക്യ മലയാള പ്രസ്ഥാനം എന്നൊരു പൊതു പ്രസ്ഥാനം ഉണ്ടാക്കി. അതിൽ ഏറ്റവും പ്രമുഖ കക്ഷി നമ്മൾ തന്നെയാണ്. എങ്കിലും സമരങ്ങൾ മുഴുവൻ എല്ലാവരെയും ചേർത്തുകൊണ്ടാണ്. സമര സന്ദർഭങ്ങളിൽ നമ്മൾ മാതൃഭാഷ അവകാശ മുന്നണി എന്ന മട്ടിൽ എല്ലാവരെയും ചേർത്തുകൊണ്ട് കേരളത്തിൽ സാധ്യമാകുന്ന ഐക്യപ്പെടുന്ന എല്ലാ സാംസ്കാരിക സംഘടനയും ചേർത്തുകൊണ്ടാണ് സമരങ്ങൾ സംഘടിപ്പിക്കാറ്. അപ്പൊ ആ നിലയിൽ ഐക്യ കേരള പ്രസ്ഥാനത്തിന് തുടർച്ചയാവുമ്പോൾ അങ്ങനെ നമ്മൾ കാണണം. അതുകൊണ്ടാണ് പേരിടുമ്പോൾ നമുക്ക് യാതൊരു സംശയം ഉണ്ടായിരുന്നില്ല. ഐക്യ കേരള പ്രസ്ഥാനം എന്ന് നമ്മൾ പറഞ്ഞതിന്റെ തുടർച്ചയാണിത്. കാരണം കേരള മോഡൽ എന്ന് പറയുന്നതിൽ ഇതുണ്ട്, മലയാളമുണ്ട്. 1975 ഓർക്കണം, 1975 KN രാജിന്റെ നേതൃത്വത്തിൽ കേരള മോഡൽ എന്ന കാര്യം മുന്നോട്ട് വെക്കുമ്പോൾ കേരളത്തിൽ സ്കൂളുകൾ മുഴുവൻ മലയാളം മീഡിയമായിരുന്നു. കേരള മോഡലാണല്ലോ ലോകോത്തരമായിട്ട് പറയുന്നത്, അല്ലേ? ആ കേരള മോഡലിന്റെ കാലത്ത് ഇപ്പോഴെന്ത് സംഭവിച്ചു നമുക്കറിയാം. ദക്ഷിണേന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിൽ മുഴുവൻ ഭാഷക്ക് ഉള്ള പദവി നമുക്കറിയാം. കർണാടകക്കാരൻ ഇപ്പൊ കർണാടകയിൽ നേരത്തെ പറഞ്ഞല്ലോ, ഭാഷ തൊട്ടാൽ അവർക്ക് പ്രശ്നമാണ്. തമിഴ്നാട്ടിൽ അവർ ഭാഷ തൊട്ടാൽ പറയേണ്ട ആവശ്യമില്ല. നമ്മളെന്താ ഇങ്ങനെയായി പോയത്? ഇവിടെ ഭാഷയ്ക്ക് വേണ്ടി മാത്രമായി സമരം ചെയ്യുന്ന സംഘടനകൾ ഇല്ലാതെ പോയിരുന്നോ? ഞാൻ ഇതിൽ 1-2 സന്ദർഭം മാത്രം പറയാം. കുറച്ചൊക്കെ നിങ്ങൾക്ക് അറിയാം. 1965 ഹിന്ദി അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചപ്പോൾ തമിഴ്നാട്ടിലുണ്ടായിരുന്ന വലിയ സമരം, അല്ലേ? അടിത്തട്ട് വരെ ഇറങ്ങിച്ചെന്നു ആ സമരം. ആ സമരം അടിച്ചമർത്താൻ വേണ്ടി അന്നത്തെ സർക്കാർ ശ്രമിച്ചു, അല്ലെങ്കിൽ അന്നത്തെ നിയമത്തിന്റെ ഭാഗമായി. അതിൽ നിന്നാണ് DMK ശക്തിപ്പെട്ടത്. 1981 ഗോഗ കമ്മീഷൻ റിപ്പോർട്ട്, അതായത് കന്നഡ ആയിരിക്കണം പഠന ഭാഷ എന്ന റിപ്പോർട്ട് നടപ്പിലാക്കാൻ കർണാടകയിൽ തയ്യാറായില്ല. ആ സമരം നയിക്കാൻ വേണ്ടി സാക്ഷാൽ രാജകുമാർ രംഗത്തേക്ക് വന്നു, സിനിമാ നടൻ. നീണ്ടുന്ന സമരം, അവർ സിനിമാശാലകൾ മുഴുവൻ അടച്ചിട്ടു. അത്രയും വലിയ സമരങ്ങൾ അവിടെ നടന്നു. അത് അവിടുത്തെ കന്നഡ മാഷന്മാരോ തമിഴ് മാഷന്മാരോ നടത്തിയ സമരമല്ല, എല്ലാ സമൂഹം മുഴുവൻ നടത്തിയ സമരം. അതുകൊണ്ടാണ് ആ ജനതയുടെ ആത്മാവിലേക്ക് കടന്നിയത് ആ ബോധം. കേരളത്തിൽ നമുക്ക് അങ്ങനെ എത്തിക്കാൻ കഴിയണം. എല്ലാ രാഷ്ട്രീയ കക്ഷികളിലേക്കും ഒന്ന് എത്തിക്കാൻ കഴിയണം. ഏതെങ്കിലും ഒരു കക്ഷി എന്നല്ല, അങ്ങനെ കുറെ അത് ആശയപരമായി നമുക്ക് എത്തിക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പക്ഷെ അതൊരു സജീവ സാന്നിധ്യമാക്കി എത്തിക്കാൻ കഴിയണം. അങ്ങനെ എത്തിച്ചാൽ മാത്രമേ അവരുടെ തെരഞ്ഞെടുപ്പ് മാനിഫെസ്റ്റോയിൽ, പഞ്ചായത്തായാലും നിയമസഭയായാലും എവിടെയാണെങ്കിലും പ്രകടന പത്രികയിൽ അത് കൊണ്ടുവരാൻ
കൊണ്ടുവന്നാൽ മാത്രം പോരാ, നിയമങ്ങൾ പാസ്സാക്കാനും നടപ്പിലാക്കാനും ഒക്കെയുള്ള ഒരു കാഴ്ചപ്പാടിലേക്ക് എത്താൻ കഴിയണം. ഒരു കാര്യം കൂടെ ഞാൻ പറയാം, ഈ പറയുന്ന കന്നഡയും തമിഴുമായിട്ട് താരതമ്യം ചെയ്താൽ മികവ് മലയാളത്തിലാണ്. ഏതർത്ഥത്തിൽ? പ്രത്യേക അർത്ഥത്തിൽ. ഭാഷകൾ തമ്മിൽ മികവൊന്നുമില്ല എങ്കിലും ലോകത്തിലെ ആദ്യത്തെ 26 ഭാഷകളിൽ ഒന്നാം മലയാളം. ഏറ്റവും കൂടുതൽ ആളുകൾ സംസാരിക്കുന്ന. ഗ്രീക്ക് കിടക്കുന്ന 42ാം സ്ഥാനം. 4 യൂറോപ്യൻ സ്കാൻഡിനേവിയൻ രാജ്യങ്ങൾ ചേർത്താലുള്ളതിനേക്കാൾ ഭാഷയുണ്ട് കേരളത്തിൽ. പോർച്ചുഗലിൽ 1 കോടി ജനതയുള്ളൂ. നമ്മൾ 3.5 കോടി. എത്ര വലിയ ഭാഷയെന്ന് ആലോചിക്കണം. എന്നിട്ട് നമ്മുടെ പഴയ അടിമത്ത ബോധത്തിന്റെ ഭാഗമായി നമ്മൾ ചെറിയ ഭാഷയെന്ന് വിചാരിക്കുന്നു. ഇംഗ്ലണ്ടിൽ പോലും ഇംഗ്ലീഷ് മാത്രമല്ല, അവിടുത്തെ പഠനമാധ്യമായിട്ട് വെൽഷ് ഉൾപ്പെടെയുള്ള കാര്യങ്ങളുണ്ട്. നമ്മൾ ആലോചിക്കുന്നത് പ്യൂട്ടാറിക്ക എന്ന് പറയുന്ന അമേരിക്കൻ പ്രവിശ്യയിലെ വിദ്യാഭ്യാസ മാധ്യമം സ്പാനിഷാണ്. അപ്പോ ഗ്രേറ്റ് ബ്രിട്ടനിലും അമേരിക്കയിലും ഇല്ലാത്ത സ്ഥാനമാണ് നമ്മളിവിടെ ഇംഗ്ലീഷിന് കൊടുത്തത്. ഒരു ഭാഷ എന്നുള്ളവർക്ക് അവർ ഇംഗ്ലീഷ് പഠിക്കുന്നത് നമ്മൾ പഠിക്കണം. തീർച്ചയായിട്ടും നമ്മൾ അതിന്റെ വക്താക്കളാണല്ലോ. അപ്പൊ ഇത് തിരിച്ചറിയാൻ കഴിയണം. ലോകത്തിൽ ആദ്യത്തെ 30 ഭാഷകളിൽ 1/3 ഇന്ത്യൻ ഭാഷകളാണ്. യൂറോപ്യൻ ഭാഷകളൊക്കെ അതിന്റെ താഴെ നിൽക്കുകയും മിക്കവാറും. എന്താ കാരണം? ലോക ജനസംഖ്യ എടുത്താൽ യൂറോപ്പും യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ഓഫ് അമേരിക്കയും ചേർന്നാൽ 102-103 കോടി ജനങ്ങളെ വരുള്ളൂ. ഇന്ത്യ എത്രയുണ്ട്? 140 കോടി ജനങ്ങളുണ്ട്. ആലോചിക്കണം. 72 കോടി യൂറോപ്പും 32 കോടിയോളം വരുന്ന അമേരിക്കയാണ്. അവരെല്ലാം ചേർന്നാൽ നമ്മൾ 140 കോടിയാണ്. അത്ര വലിപ്പമുണ്ടെന്ന് നമ്മൾ തിരിച്ചറിഞ്ഞില്ല. യഥാർത്ഥത്തിൽ ഇന്നത്തെ ഉത്തർപ്രദേശിനേക്കാൾ ചെറുതാണ് ജനസംഖ്യയിൽ റഷ്യ. റഷ്യയിൽ 18 കോടിയും ഉത്തർപ്രദേശിൽ 20 കോടിയാണ്. സ്വാതന്ത്ര്യം കിട്ടി നമുക്ക് ഈ ആത്മാഭിമാനം വന്നിട്ടില്ല. ഇനി ഇന്ത്യൻ സംസ്ഥാനങ്ങളിൽ ഒരു ഭാഷ സംസാരിക്കുന്നതിന്റെ ശതമാനം എടുത്താൽ ഒരു പ്രദേശത്ത് ഏറ്റവും കൂടുതൽ സംസാരിക്കുന്ന മലയാളം. 96% മലയാളം സംസാരിക്കുന്നു. ഇന്ത്യയിൽ ഒരു സംസ്ഥാനത്തും ഒരു ഭാഷ 90% സംസാരിക്കുന്നില്ല. അവിടെ ന്യൂനപക്ഷ ഭാഷകൾ 10%, 20%, 30%, 50% വരെയൊക്കെ പോകും. ആസാമീസ് ഭാഷ നമുക്കറിയാം, അവർ വലിയ ഭാഷാഭിമാനികളാണ്. ആസാമിൽ 50% പോലും ആസാമീസ് ഇല്ല എന്ന് ആലോചിക്കണം. മറ്റു ഭാഷകളാണ്, ബംഗാളി ഉൾപ്പെടെ. കർണാടകത്തിൽ 65% കന്നഡ മാതൃഭാഷയാളുകൾ, 35% ഇതര ഭാഷകളാണ്, തമിഴും മറാഠിയൊക്കെ ഉൾപ്പെടെ. തമിഴ്നാട്ടിൽ 90% താഴെയാണ് തമിഴ്, 10% മറ്റ് ഭാഷകളാണ്. കേരളത്തിൽ 96% മലയാളം വരും. എന്നിട്ടും ഏറ്റവും കൂടുതൽ അവഗണിക്കപ്പെടുന്ന മലയാളം. എന്തുകൊണ്ട്? ചോദിക്കാൻ ആളില്ല, കരയുന്ന കുഞ്ഞല്ല നമ്മൾ എന്നുള്ളത്. അപ്പൊ അതിനു വേണ്ടിയുള്ള ഒരു കൂടിച്ചേരലാണ്, ഒരു ചരിത്രപരമായ കൂടിച്ചേരലാണ്. ഒരുപക്ഷെ നമ്മുടെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ലാതായാലും ഭാഷയുണ്ടോ നമ്മൾ ആലോചിക്കണം. അതുകൊണ്ട് ഏത് രാഷ്ട്രീയ പ്രവർത്തനം ഒരു കാലം ഇതിൽ വെക്കണം എന്നാണ് എൻ്റെ അഭിപ്രായം. നമുക്കറിയില്ല, ഇപ്പൊ വലിയ ലോകത്തിലെ രാഷ്ട്രീയ പ്രസ്ഥാനങ്ങൾ ഇല്ലേ, നൂറ്റാണ്ടുകൾ അതിനപ്പുറം ഒന്നും അധികം പോകുന്നില്ല. പോകുന്ന നല്ല കാര്യം, നല്ല പ്രസ്ഥാനങ്ങൾ മുന്നോട്ട് പോകണം എൻ്റെ അഭിപ്രായം. പക്ഷെ അതില്ലെങ്കിലും ഭാഷയുണ്ട്, നമ്മൾ ആലോചിക്കണം. അപ്പൊ അതുകൊണ്ട് ഭാഷ ഒരു രാഷ്ട്രീയ മുദ്രാവാക്യം ഏറ്റെടുക്കാനും അടിസ്ഥാനപരമായ ജനാധിപത്യത്തിന്റെ മുദ്രാവാക്യമായിട്ട് ഭാഷയെ കാണാനും നമുക്ക് കഴിയണം. ആ നിലയിലുള്ള നയവും പരിപാടിയും ഒക്കെ ആയിട്ടാണ് ഐക്യവേദി മുന്നോട്ട് പോകുന്നത്. അത് കൂടുതൽ ആലോചിക്കുക, ഇടപെടുക. എനിക്ക് എൻ്റെ വ്യക്തിപരമായ ഒരു കാര്യം കൂടെ പറയാം. ജീവിതത്തിൽ എന്തെങ്കിലും ഒരു നല്ല കാര്യം ഞാൻ ചെയ്തുവെന്ന് എനിക്ക് ബോധ്യമുള്ളത് ആ KS സമരത്തിൽ പങ്കെടുത്ത് കേരളത്തിലെ ഏറ്റവും അടിസ്ഥാന വിഭാഗത്തിൽ ഞാനൊക്കെ പഠിപ്പിച്ചു വിട്ട കുട്ടികൾക്ക് കേരളത്തിൽ ഇന്ന് എവിടെ എത്തിച്ചേരാൻ കഴിയുന്ന ഒരവസ്ഥ എത്തിച്ചെന്നുണ്ടോ ഒരു പുണ്യപ്രവൃത്തിയായിട്ട് ഞാൻ കരുതുന്നു. ഞാൻ വിശ്വാസിയല്ല, ഞാൻ ഒന്നിലും ഒരു മതത്തിലും ഒരു ദൈവത്തിലും വിശ്വസിക്കുന്നില്ല. പക്ഷെ ഇതൊരു വലിയൊരു പണിയാന്ന് ഞാൻ വിചാരിക്കുന്നു. അപ്പൊ ആ നിലയിലുള്ള ഒരു പുണ്യപ്രവൃത്തിയായിട്ട്, വലിയൊരു രാഷ്ട്രീയ പ്രവർത്തനമായിട്ട് നമുക്ക് ഇതിനെ കാണാൻ കഴിയട്ടെ. മറ്റെല്ലാ വിഭാഗീയതയ്ക്ക് അപ്പുറത്ത് ഇതിനെ മുന്നോട്ട് വെക്കാൻ നമുക്ക് കഴിയട്ടെ. ഈ കൊല്ലത്തെ ഈ കൂടിച്ചേരൽ അതിനുള്ള ഒരു പുതിയൊരു ഊർജം കൂടിയായി തീരട്ടെ. അടുത്ത ഘട്ടങ്ങളിൽ വിദ്യാർത്ഥികൾ ഉൾപ്പെടെ അടുത്ത തലമുറ അല്ലേ, വേടന്റെ പാട്ട് കേൾക്കുന്ന തലമുറ ഉണ്ടല്ലോ, ആ തലമുറയും കൂടി നമ്മളോടൊപ്പം വരികയും അവർ ഭാഷയുടെ വക്താക്കളാക്കി നാളെ കൊണ്ടുപോകാനും കഴിയുന്ന മട്ടിലേക്കും കൂടി നമുക്ക് ഈ കൂട്ടായ്മയെ വികസിപ്പിക്കാൻ കഴിഞ്ഞിട്ടുണ്ട് മാത്രം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു.